வாராமல் தாராமல் மனம் எங்கோ போகுதே ஞாபகம் மோதுதே மனம் ஏங்குதே ஞாபகம் வருகுதே உள் தவிக்குதே அதே ஞாபகம் அதே சௌரபம் மீண்டும் வேண்டுமே அதே ஞாபகம் அதே சௌரபம் மீண்டும் வேண்டுமே ஒரு முறை என் பிழை மறந்து நீ வந்திடு உனை பிரிந்தேங்கிறேன் வந்திடு ஒரு முறை என் பிழை மறந்து நீ வந்திடு இன்று நான் கேட்கிறேன் வந்திடு ஞாபகம் மோதுதே மனம் ஏங்குதே ஞாபகம் வருகுதே உள் தவிக்குதே ஞாபகம் மோதுதே உள் தவிக்குதே ஞாபகம் மோதுதே மனம் ஏங்குதே അനുദിനം ഞങ്ങളിൽ അറിവായി വിളങ്ങുന്ന അനുപമ ജ്യോതിസേ എൻ പ്രണാമം മണ്ണിലും വിണ്ണിലും പൂവിലും പുല്ലിലും നന്മയായി വെണ്മയായി നീ വിളയൂ കണ്ണിനു കളിയാൽ കാതിനു കുളിരാൽ ഉള്ളിലെ ഉണർവാൽ നീ ചൊരിയൂ അനുദിനം ഞങ്ങളിൽ അറിവിലാകുന്ന അനുപമ ജ്യോതിസേ എൻ പ്രണാമം അനുപമ ജ്യോതിസേ എൻ പ്രണാമം. വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയ ഗുരുനാഥന്മാരെ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ സാദര നമസ്കാരം. ഇപ്പോൾ നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് 25 വർഷങ്ങൾക്ക് ശേഷം ഉള്ള നമ്മളുടെ ഒരു കൂടിച്ചേരലാണ്. ഈ ഒരു കൂടിച്ചേരൽ 98-99 കാലഘട്ടത്തിൽ 7ാം ക്ലാസ്സിൽ നിന്നും പിരിഞ്ഞതിന് ശേഷം പല മുഖങ്ങളും നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഈ നിമിഷമാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു നമ്മുടെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ആദ്യം തന്നെ എന്താ പറയുക മുൻകൈ എടുത്തത് നമ്മുടെ പ്രിയ കൂട്ടുകാരി ഹർഷ തുടങ്ങി വെച്ചൊരാശയമാണ്. അവളൊരു വാട്സപ്പ് കൂട്ടായ്മ ആരംഭിക്കുകയും അതിൽ കുറച്ച് പേരെ ചേർത്ത് അതിനുശേഷം അറിയുന്ന എല്ലാവരും അതിനോട് കൂടെ ചേർത്ത് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ ഒരു എൻ്റെ ബെഞ്ച് എന്ന നമ്മുടെ ഈ ഒരു പരിപാടിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്.
അപ്പം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയിലേക്കുള്ള സ്വാഗതം ആശംസിക്കാൻ വേണ്ടി ആരംഭിക്കുകയാണ്. പരിപാടിയിലേക്ക് അധ്യക്ഷത വഹിക്കുന്നതിനായി ഞാൻ ദിപിൻ ഒ സദാനന്ദനെ ക്ഷണിക്കുകയാണ്. പിന്നെ നമ്മുടെ പ്രിയ ഗുരുനാഥന്മാരായ നമ്മുടെ കൃഷ്ണൻ നമ്പൂരി മാഷെ നമ്മൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതേപോലെ നമ്മുടെ ഗ്രേസിയമ്മ ടീച്ചറെ നമ്മുടെ എൻ്റെ ബെഞ്ച് എന്ന നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തങ്കമണി ടീച്ചർക്കും നമ്മുടെ എൻ്റെ ബെഞ്ച് എന്ന ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ആൻഡോ മാഷനും നമ്മുടെ എൻ്റെ ബെഞ്ച് എന്ന ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. മേരി ടീച്ചർക്കും നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. രാധാമണി ടീച്ചർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ വസന്ത ടീച്ചർക്കും നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. റജീന ടീച്ചർക്കും എൻ്റെ ബെഞ്ച് എന്ന നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ടെസി ടീച്ചർക്ക് ഞാൻ നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ലതിക ടീച്ചർക്കും നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. സാറാമ്മ ടീച്ചർക്കും നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ശോഭ ടീച്ചർക്കും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ എത്തിച്ചേരേണ്ട സനൽ മാഷ് എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാനിവിടെ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ട് അവിടെ സ്ഥലത്തില്ലാത്തതിനാൽ എത്തിച്ചേരാൻ പറ്റാത്ത നമ്മുടെ ലീലാമണി ടീച്ചർക്കും അതുപോലെ ജോളി ടീച്ചർക്കും ഞാനിവിടെ സ്വാഗതം ആശംസിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വാർത്ത നമ്മളോട് വിട പറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ പ്രിയ അധ്യാപകരായ ബാലം മാഷ്, അതേമാതിരി സിസിലി ടീച്ചർ, അറബി മാഷ്, അതുപോലെ നമ്മുടെ പ്രിയ കൂട്ടുകാർ ഷിബു, കരീം, വിപിൻ സി, ഇവരുടെ വിയോഗത്തിൽ നമുക്ക് ഒരു മിനിറ്റ് മൗനം ആചരിക്കാം. പ്രിയപ്പെട്ടവരെ, 25 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഈ പ്രിയ അധ്യാപകരും നമ്മളും കൂടെ കൂടിച്ചേർന്നിരിക്കുന്ന സമയത്ത് നമ്മളന്ന് ഈ വരാന്തയിലൂടെ ഓടിക്കളിച്ചിരുന്നത് നമ്മുടെ ജീവിതത്തിലെ നല്ലൊരു കാലമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഒരു സങ്കടത്തോടു കൂടിയല്ലാതെ നമുക്ക് ഓർക്കാൻ പറ്റില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ നമുക്ക് അന്നത്തെ കാലത്ത് നമ്മളെ അച്ചടക്കത്തിൻ്റെ ഭാഗമായി പല ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, അടിച്ചിട്ടുണ്ടാവും. അന്നൊക്കെ ടീച്ചർമാരോട് നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. പക്ഷെ പിന്നീട് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അതൊക്കെ നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് എന്നുള്ളത്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ പല ആളുകളും പല മേഖലകളിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് കുറേ സർക്കാർ സർവീസുകളിലുള്ള കുറേ ആളുകളുണ്ട്, ഡോക്ടർമാരായ ആളുകളുണ്ട്, എൻജിനീയർമാരുണ്ട്. അങ്ങനെ പല മേഖലകളിലുള്ള ആളുകളും 25 വർഷങ്ങൾക്ക് ശേഷം നമ്മളിവിടെ ഒത്തുകൂടുകയാണ്. ഇതിന് നിമിത്തമായത് നമ്മുടെ പ്രിയ കൂട്ടുകാരി ഹർഷയാണ്. ഹർഷയ്ക്ക് ആദ്യം തന്നെ ഒരു നന്ദി രേഖപ്പെടുത്താണ് ഇത്രയും ആളുകളെ ഒരുമിച്ച് കൂടുന്നതിന് വേണ്ടി നിമിത്തമായതിന്. ഹർഷ ഒന്ന് എണീച്ചെന്നാൽ ടീച്ചർമാർക്ക് ഒന്ന് കാണുന്നു. നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വാട്സപ്പ് ഗ്രൂപ്പ് ആദ്യം തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. 18ാമത്തെ ആളായിട്ടാണ് ഞാൻ ആ ഗ്രൂപ്പിലേക്ക് വരുന്നത്. അതിന് ശേഷം ഇപ്പോൾ 140ഓളം ആളുകളുണ്ട്. അതിന് ശേഷം നമ്മൾ സ്കൂളിൽ വന്നു. നമ്മളെ 4 ബാച്ചിൻ്റെയും രജിസ്റ്റർ നമ്മൾ എടുത്തു. പക്ഷേ ഒരു ക്ലാസ്സിൻ്റെ രജിസ്റ്റർ നമുക്ക് കിട്ടിയിട്ടില്ല, ചെതൽ പിടിച്ചുപോയി. 7 A ക്ലാസ്സിൻ്റെതാണെന്നോ സംശയമുണ്ട്. വേസാമ്പ ടീച്ചർ ഒരു ക്ലാസ് ടീച്ചർ എന്ന്. ബാക്കിയുള്ള എല്ലാ ക്ലാസ്സിൻ്റെ രജിസ്റ്റർ നമ്മളെ കയ്യിൽ ഭദ്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വൃത്തിയായിട്ട് കിട്ടിയ രജിസ്റ്റർ 7 സീൻ്റെതാണ്, തങ്ക ടീച്ചറെ ക്ലാസ്. ഞാനൊക്കെ പഠിച്ചത് തങ്ക ടീച്ചറെ ക്ലാസ്സിലാട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും വൃത്തിയായിട്ട് കിട്ടിയ 7 സീൻ്റെ. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ തന്നെ എല്ലാവരും തമ്മിൽ ഭയങ്കര ഇതുണ്ടായിരുന്നു. ഇത് 7 സീൻ്റെ ഗ്രൂപ്പാണോ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഗ്രൂപ്പാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ചർച്ചകളൊക്കെ നടക്കലുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും കാര്യമില്ല, അതൊക്കെ ഒരു തമാശയായിട്ടാണ് നമ്മളെല്ലാവരും എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇന്നത്തെ പരിപാടിയിൽ തന്നെ ഇപ്പോൾ ഒരു 80ഓളം ആളുകൾ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ അതിൽ പകുതി ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളൂ. ബാക്കി ആളുകൾ ഇവിടേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ അവരോട് 10 മണിയൊക്കെ സമയം പറഞ്ഞതാണ്.
അപ്പോൾ ടീച്ചേഴ്സൊക്കെ നമ്മളെക്കാളും മുന്നേ ഇവിടെ എത്തിയിട്ടുണ്ട്. ചില ടീച്ചേഴ്സൊക്കെ 9 മണിക്ക് എന്നെ മാറ്റി റെഡിയായി നിൽക്കുകയാണ്, നിങ്ങൾ വരുന്നില്ല ഞങ്ങളെ കൂട്ടാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ എൻ്റെ പ്രസംഗം ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നമ്മളെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളെ കൂട്ടത്തിലെ മുതിർന്ന അധ്യാപകനായ നമ്പൂരി മാഷാണ്. നമ്പൂരി മാഷെ ഏറെ ബഹുമാനത്തോടു കൂടി നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അപ്പം നിങ്ങളുടെ ഈ കൂടിച്ചേരലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കേക്ക് മുറിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷവും ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷവും ഈശ്വരാനുഗ്രഹവും ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മം കഴിഞ്ഞു. അതിൽ നമുക്ക് യഥാസ്ഥാനങ്ങളിൽ പോയി ഇരിക്കാമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇവിടെ ഇപ്പോൾ പറഞ്ഞു കേട്ടു, ഹർഷ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ഹർഷ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. മാത്രമല്ല, സാധാരണ ഞങ്ങളിവിടെ വന്ന് കൂടുമ്പോൾ ഒരു 3-4 പേരുടെ കൂട്ടായ്മയായിരിക്കും മിക്കവാറും ഇതിന് ലീഡർഷിപ്പായിട്ടുണ്ടാകുക. ഇവിടെ ഹർഷയുടെ മാത്രമേ പേരുണ്ടായുള്ളൂ. എന്നിട്ട് ഇത്രയും പേരൊക്കെ എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ 98-99 ബാച്ച് എന്നൊക്കെ പറയുന്ന 10-25 വർഷം മുമ്പുള്ള ബാച്ചാണ്. എങ്കിലും ഞങ്ങൾ ഏതാണ്ട് നിങ്ങൾ ഈ സ്കൂളിൽ വിട്ടു പോകുന്ന ആ കാലങ്ങളിലൊക്കെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരാണ് ഞങ്ങളെ ഓർത്ത് ഈ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിച്ചതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ കൂടെ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. അന്ന് അടിച്ചിട്ടുണ്ടല്ലോ, അന്ന് വഴക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെയല്ലേ പോകുന്നത്. അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. എല്ലാവരും ഓരോ നിലയിലെത്തിയിട്ടുണ്ടല്ലോ, അതുമാത്രം. അന്ന് നിങ്ങൾ പഠിക്കാനും നല്ല കുട്ടികളായി വളരാനും നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ പെരുവേലി സ്കൂളിലെ എല്ലാ മക്കളെക്കുറിച്ചും പുറത്തൊരു സ്കൂളിലോട്ട് ചെന്നാൽ നല്ലൊരു അച്ചടക്കമുള്ള കുട്ടികൾ, നല്ല കുട്ടികൾ. അത് ഞങ്ങൾ അധ്യാപകരുടെ ഒരു കൂട്ടായ ഒരു പ്രവർത്തനം കൊണ്ടും അത്യാവശ്യം സഹായിക്കുകയും വഴക്ക് പറയുകയും അടിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു നന്മയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുമില്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും ഒരു നന്മ നിങ്ങൾക്കുണ്ടാവുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തായാലും ആരും മനസ്സിലൊന്നും വയ്ക്കണ്ട. ടീച്ചർ അടിച്ചിട്ടുണ്ടല്ലോ, ടീച്ചർ വഴക്ക് പറഞ്ഞു. ഇന്ന് നിങ്ങളെല്ലാവരും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മുത്തുകളാണ്, പോരെ? അതുകൊണ്ട് ഇതിലോട്ട് ക്ഷണിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയാണ്. പിന്നെ വളരെ കുറച്ച് പേരേ ഉള്ളല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒത്തിരി സ്നേഹത്തോടെയുള്ള നന്ദി ഞാൻ ആശംസിച്ചു. സുഹൃത്തുക്കളെ, സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, 25 വർഷത്തിന് ശേഷം നിങ്ങളെ ഒരുമിച്ച് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് 7ാമത്തെയോ 8ാമത്തെയോ സംഘമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 7ാമത്തെ എന്നാണ് തോന്നുന്നത്. ഇതേപോലെയുള്ള പല ബാച്ചിലുള്ള കുട്ടികൾ ഇവിടെ വന്ന് ഇതുപോലെ കൂടിച്ചേർന്ന് ഞങ്ങളെ ആദരിക്കുകയും നിങ്ങളെ സ്നേഹം പങ്കിടുകയും ചെയ്തു. ഞാൻ പറയുമ്പോൾ കുറച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് നല്ല സന്തോഷത്തിൽ പറയുന്നതാണ്. ഞാൻ 1980 പെരുവേലി സ്കൂളിൽ വന്നതാണ്. എൻ്റെ ചരിത്രം പറയാൻ വേണ്ടിയിട്ടല്ല. ആ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തൃശ്ശൂർ സ്ഥലത്ത് ജോലി ചെയ്യുകയായിരുന്നു. വിവാഹം കഴിച്ചതിന് ശേഷം ഭാര്യയോടൊപ്പം ജീവിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നു. വരുമ്പോൾ എനിക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു, അച്ഛൻ്റെ അമ്മേനെയും മാറി താമസിക്കണമെന്ന്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഗ്രൗണ്ടും കുട്ടികളുടെ സ്നേഹം കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അന്ന് ഞാൻ വിചാരിച്ചത് 55 വയസ്സായി ഞാനും എൻ്റെ പിന്നാലെ മേരി ടീച്ചർ റിട്ടയർ ചെയ്യുമ്പോൾ നാട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ താമസിച്ച് കഴിഞ്ഞ് ഇവിടെ പഠിപ്പിച്ച കുട്ടികളുടെ ആ സ്നേഹം കണ്ടപ്പോൾ എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല.
ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും മാവൂര് പോസ്റ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോൾ, ഞാൻ ലേണിംഗ് ലൈസൻസ് എടുക്കാൻ സിവിൽ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞപ്പോൾ എവിടെ ചെന്നാലും പഠിപ്പിച്ച കുട്ടികളെ കാണുന്നത്. അവർ സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റം. ഇവിടെയും മത്സ്യം വിൽക്കാൻ പോകുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ മത്സ്യമൊക്കെ നല്ല മത്സ്യം തരണം. അപ്പോൾ ചോദിച്ചാൽ അവർ പറയേ, ഞാൻ പഠിപ്പിച്ച മാഷ്ക്ക് നല്ലത് തരുള്ളൂ. ഇതേപോലെ ഓരോരുത്തരിൽ നിന്നും കിട്ടുന്ന ആ നല്ല സ്നേഹം കിട്ടുന്നതുകൊണ്ട് ഞാൻ മറ്റ് നാട്ടിലേക്കൊന്നും പോകാതെ ഇത് നാടായി മാറ്റി. ഇത്തരം സ്നേഹമുള്ള കുട്ടികൾ നിങ്ങൾ മാത്രമല്ല, ഈ സ്കൂളിൽ പഠിച്ച കുട്ടികൾ മുഴുവൻ പറയുമ്പോൾ എന്നോട് അല്പം നീരസം തോന്നേണ്ടതുണ്ട്. കഴിഞ്ഞൊരു ദിവസം വന്ന കുട്ടി പറഞ്ഞു, ഞാൻ സ്കൂളിൽ മാഷ ക്ലാസ്സിൽ വരുമ്പോൾ 2 ട്രൗസർ ഇട്ടാൽ വരാറുണ്ട്. മാഷ അടി എനിക്ക് സഹിക്കാൻ പറ്റില്ല മാഷെന്ന്. ഞാൻ പറഞ്ഞ ആ ദേഷ്യം ഇപ്പം തീർക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഇല്ല മാഷെ, അത് അതോടുകൂടി കഴിഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ അടിച്ചൊക്കെ ചെയ്യേണ്ട, അത് കുട്ടികളുടെ അച്ചടക്കത്തിനും കുട്ടികളുടെ നന്മയ്ക്കും വേണ്ടി. അത് കുറച്ച് വലുതായി കഴിഞ്ഞാൽ അതൊക്കെ മനസ്സിലാക്കും. എന്തായാലും നിങ്ങൾ ഈ ഒത്തുചേരുന്നതിനും ഈ സ്നേഹത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. ഇതേപോലെ 5 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ഒരു ഒത്തുചേരൽ കൂടുതൽ കുട്ടികളെ കൂട്ടി ഇനിയും ഒത്തുചേരൽ നടത്തുകയാണെങ്കിൽ ഞങ്ങളുണ്ടെങ്കിൽ വരാൻ സന്തോഷമേ ഉള്ളൂ. മാഷിപ്പോൾ പറഞ്ഞ കാര്യം ഓർത്തപ്പോൾ പഴയൊരു കാര്യമാണ് ഓർമ്മ വന്നത്. നമ്മളെ കൂട്ടത്തിലെല്ലാവരും ഈ ഹൈസ്കൂളിൽ ഇവിടെ UP സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആൻറ്റോ മാഷും ലതിക ടീച്ചറും ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നിട്ട് 5ാം ക്ലാസ് മുതൽ എല്ലാവരും 4 വരെ ട്രൗസർ ഇട്ട് വന്നവർ 5ാം ക്ലാസ് മുതൽ പാൻറ് ഇട്ട് വന്ന ചരിത്രമുണ്ട് ഇവിടെ. ആൻറ്റോ മാഷ് അടി ഒഴിവാവാൻ വേണ്ടിയിട്ട്. അതേമാതിരി ലതിക ടീച്ചർ സ്കെയിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് അടിയില്ല. അതെല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതേപോലെ നമ്മുടെ പരിപാടി, നമ്മുടെ കൂടെ പഠിച്ച ആളുകൾ, വിദേശത്തുള്ള കുറേ ആളുകളുണ്ട്. അവർ നമ്മളെ ഈ പരിപാടി നമ്മളെക്കാളും ഇൻട്രസ്റ്റ് എടുത്ത ആളുകളാണ്. ഇപ്പോൾ ഫണ്ട് തരാനാണെങ്കിലും നമ്മളെക്കാളും ഇൻട്രസ്റ്റ് എടുത്ത ആളുകളാണ്. നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാരൊരു നോക്ക് കാണാൻ വേണ്ടി വരാൻ പറ്റാത്ത പ്രയാസം എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം പരിപാടി വെക്കുകയാണെങ്കിൽ എല്ലാവരും ലീവ് എടുത്ത് വരും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ടീച്ചർമാരെ വിടുമ്പോൾ പറയാണ്. അടുത്തതായി നമ്മൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ പ്രിയപ്പെട്ട തങ്കമണി ടീച്ചർ ക്ഷണിക്കുന്നു. ഈ ഇപ്പോൾ പ്രസംഗിച്ച ദിബിൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് 1-2 പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നിരുന്നു. പിന്നെ കുഞ്ഞുമൊയ്തീൻ്റെ അനിയനാണെന്ന് അവനെ അറിയാം, പക്ഷെ അവൻ്റെ പേരറിയില്ല. ഇവർ കുറേ നേരം വന്നിരിക്കും, കഥ പറയാൻ, വർത്തമാനം പറയാൻ, പഴയ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നിരിക്കുമായിരുന്നു. എന്തായാലും ഞങ്ങളെ എല്ലാവരെയും ഓർമ്മിക്കുകയും നിങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഇടയ്ക്ക് പറയാറുണ്ട്, ഞങ്ങൾ ടീച്ചേഴ്സും പറയും, ഞങ്ങൾ വീട്ടിലും പറയും, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള വർഷങ്ങളായിരുന്നു ഈ സ്കൂളിലെ ഞങ്ങളുടെ അധ്യാപനം. കാരണം ഞങ്ങൾ അധ്യാപകർ തമ്മിലുള്ള നല്ല ഐക്യം, കുട്ടികളോട് നിങ്ങൾ 10 തൊട്ട് 4 വരെ നിങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ. അധിക സമയവും ഞങ്ങൾ വീട്ടിലുള്ളതിനേക്കാളും നിങ്ങളുടെ കൂടെയായിരുന്നു. പക്ഷേ നിങ്ങളെ അടിക്കുകയും വഴക്ക് പറയുകയും ചെയ്യുന്നതെല്ലാം ഒരു ഭാഗം. പക്ഷേ നിങ്ങളുടെ കൂടെ ഉള്ള ആ സമയങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടിയാണ് ഞങ്ങൾ അയവിറക്കാറ്. ഇപ്പോഴും ഞങ്ങൾ പഴയ കാര്യങ്ങൾ പറയാറുണ്ട്. ഇവിടെ പഠിപ്പിക്കാൻ വന്ന കാര്യം, റിട്ടയർ ചെയ്ത് പോയിട്ടും ഞങ്ങളിടയ്ക്ക് രാത്രിയിലൊക്കെ സ്വപ്നം കണ്ടു സ്കൂളിൽ വന്ന് പഠിപ്പിക്കുന്നതൊക്കെ. അത്രയും ഞങ്ങൾക്ക് ഈ സ്കൂളുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. ഇപ്പോഴും ഞങ്ങളെവിടെ വെച്ച് കണ്ടാലും പല തുറകളിലുള്ള കുട്ടികൾ ഓടി വന്ന് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്കത് പണ്ടത്തെ കാര്യങ്ങൾ ഞങ്ങൾ അയവിറക്കാറുണ്ട്. കാരണം നിങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളോട് നല്ല സ്നേഹമുണ്ടല്ലോ, അത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. ഞങ്ങൾക്ക് റിട്ടയർ ചെയ്തിട്ടും നിങ്ങളെ കാണാനും നിങ്ങൾ ഞങ്ങളെ ഓർമ്മിച്ച് വിളിച്ച് കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ 4 പ്രാവശ്യം വന്നു എന്നാണ് പറയുന്നത് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ക്ഷമയോടെ ഞങ്ങളെ കാത്തിരുന്ന് ഞങ്ങളെ ക്ഷണിക്കാൻ വന്നു. ഇതിന് ഓരോത്തിനും പ്രത്യേകം നിങ്ങളോട് നന്ദി പറയുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അധ്യാപകരെ, എൻ്റെ കുട്ടികളെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. പിന്നെ നിങ്ങൾ എന്നെ ക്ഷണിച്ചപ്പോൾ
എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം എല്ലാ അധ്യാപകരെയും കുട്ടികളെയും ഒന്നിച്ച് കാണാമല്ലോ, ഓരോരുത്തരെയും ഒരിക്കൽ കൂടി അവരുടെ സ്നേഹം പങ്കുവയ്ക്കാനും ഉള്ള അവസരം കിട്ടുമല്ലോ എന്നോർത്ത് വളരെ സന്തോഷിച്ചു. നിങ്ങൾ ഓരോരുത്തരും ഏതെങ്കിലുമൊക്കെ നിലയിലാണെങ്കിൽ അതിന് ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ല ജീവിതം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, പ്രിയ വിദ്യാർത്ഥികളെ, ഇന്നത്തെ ഈ സ്നേഹ കൂട്ടായ്മ സംഘടിപ്പിച്ച ഹർഷയ്ക്കും ഈ കൂട്ടായ്മയിലേക്ക് ഇന്ന് എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു. എന്നെ വീട്ടിൽ വന്ന് ക്ഷണിച്ചപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷം തോന്നി. വീട്ടിലുള്ള മക്കളും അടക്കം ഞങ്ങളോട് പറഞ്ഞു, എന്നാലും വിദ്യാർത്ഥികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, പെരുവയൽ സ്കൂളിലത്തെ വിദ്യാർത്ഥികൾ അത്രയും സ്നേഹമുള്ള കുട്ടികളായിരുന്നു. ഞങ്ങളും വിദ്യാർത്ഥികളും അങ്ങനെയാണ് സ്കൂളിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഓരോ ബാച്ചിലെ വിദ്യാർത്ഥികളും പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ കൂട്ടായ്മയൊക്കെ നടത്തിയത്. എന്തായാലും ഈ കൂട്ടായ്മയിൽ ഇന്ന് എത്തിച്ചേർന്ന എല്ലാ സഹപ്രവർത്തകർക്കും ഞങ്ങൾക്ക് തന്നെ വലിയ സന്തോഷമുണ്ട്. പലരെയും ഇവിടെ വെച്ച് കാണാനും സംസാരിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും നിങ്ങൾ ഞങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും ആദരവിനും ബഹുമാനത്തിനും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചതിൽ ഞാൻ എല്ലാവരോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇത് കുറേ ബാച്ചുകളായി ഇപ്പോൾ ഇങ്ങനെ നടത്തുന്നു. എല്ലാ ബാച്ചിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. എല്ലാവരും എല്ലാ കുട്ടികളെയും പെട്ടെന്ന് റോഡിലൊന്നും കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് ആ സന്തോഷം ഞങ്ങൾക്ക് തോന്നുന്നത്. ഇതിൽ പങ്കാളികളായ എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഞങ്ങളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണെന്നാണ്. നിങ്ങളെപ്പോലെ സ്നേഹമുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അതുപോലെ ഭാഗ്യം വേറെ ഒന്നുമില്ലാന്ന് വിചാരിക്കുന്നതാണ്. അപ്പോൾ ഈ അധ്യാപക ജീവിതം തന്നെ അത്രയും അർത്ഥവത്തായി തോന്നുന്നത് നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾ പഠിപ്പിക്കാൻ സാധിക്കുന്നതുകൊണ്ട്. അത്രയും സ്നേഹമുള്ള കുട്ടികൾ. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ കുടുംബത്തിനും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. എനിക്കിവിടെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെ. എനിക്ക് ഈ സ്കൂളിൽ എൻ്റെ അധ്യാപകർ 30-35 വർഷത്തോളം ഞാനിവിടെ ജോലി ചെയ്തിട്ട് ഒരു ദിവസം പോലും അവർക്ക് എന്നെ പ്രസംഗിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നിപ്പം പ്രസംഗിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മക്കളാണ് പ്രസംഗിക്കുന്നത്. എനിക്ക് പ്രസംഗിക്കാൻ റിട്ടയർമെൻറ്റിന് പ്രസംഗിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ബേജാറായിട്ട് ഞാനിങ്ങനെ സ്റ്റേജിൻ്റെ മുകളിൽ ഇരിക്കുക. അവസാനം ജോയ് ടീച്ചറും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ പേടിച്ചരണ്ടിങ്ങനെ നിൽക്കുക. ഫാദർമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഭാഗ്യത്തിന് ദൈവം അനുഗ്രഹിച്ചിട്ട് സമയക്കുറവായിരുന്നു. പരിപാടികൾക്കുള്ള കുട്ടികളൊക്കെ തയ്യാറായി നിൽക്കുമ്പോൾ ആരോ വന്ന് പറഞ്ഞു, ഇനി പ്രസംഗിക്കാൻ സമയമില്ല, ഒരാൾ പ്രസംഗിച്ചാൽ മതിയെന്ന്. അപ്പം ഞാൻ ജോയ് ടീച്ചർ പറഞ്ഞു, ജോയ് ടീച്ചറെ വേഗം ജോയ് ടീച്ചർ പോയി പ്രസംഗിച്ചോ. അങ്ങനെ ഞാൻ അന്ന് രക്ഷപ്പെട്ടു. പിന്നെ ഒരു മാനേജർമാരുടെ അവിടെ വേറെ ഒരു കണ്ണൂർ റേഡിയോ പോയിട്ട് അവിടുന്ന് പ്രസംഗിക്കണം. മാനേജർമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ടാവും. അന്ന് എനിക്ക് പനി പിടിച്ചു. പ്രസംഗിക്കേണ്ട കാര്യം ഓർത്തിട്ട് എനിക്ക് പനി പിടിച്ചിട്ട് ഞാനന്ന് പോയില്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. നിങ്ങളോട് ഇപ്പോൾ ഒരു 2 മിനിറ്റ് പ്രസംഗിക്കുന്നതിന് പകരം ഒരു ദിവസം ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം നിങ്ങളെ പഠിപ്പിച്ചോളാൻ പറഞ്ഞാൽ കുട്ടികളാണെങ്കിൽ എപ്പോഴല്ല ഞാൻ അവിടെ ഇരുന്ന് പഠിപ്പിക്കും. അത്രയും മടിയുള്ള കാര്യം. ഞാൻ അവരോട് പറഞ്ഞ്, നിങ്ങൾ പ്രസംഗിക്കാൻ വിളിക്കരുത്, വരാനൊക്കെ എനിക്കിഷ്ടമാണ്, പക്ഷേ നിങ്ങൾ എന്നെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ പ്രസംഗിക്കാൻ വിളിക്കരുത് പറഞ്ഞു. അപ്പോൾ ഒരു പറഞ്ഞ്, ടീച്ചർ വന്നിട്ട് എല്ലാവരെയും കണ്ടതിൽ സന്തോഷമായി എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അവിടെ സന്തോഷം മക്കളെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എന്നെ ക്ഷണിച്ചതിനും വന്നതിനും ഒക്കെ സന്തോഷം. എല്ലാ മക്കളെയും, പ്രിയപ്പെട്ട എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരെ, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളാണ്.
നിങ്ങളെല്ലാം വിവാഹിതരായി മക്കളൊക്കെ ആയി. എന്നാലും ഞാൻ ഏകദേശം 98 ആ വർഷം 1-ാം ക്ലാസ്സിലാണ് പഠിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾ 7th കഴിഞ്ഞാലും ഞാൻ ആ 1-ാം ക്ലാസ്സിൽ തന്നെയായിരുന്നു. അപ്പോൾ ആ നിഷ്കളങ്കമായ നിങ്ങളുടെ സ്നേഹവും എല്ലാം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. നിങ്ങൾ തന്ന സ്നേഹത്തിനും ഞങ്ങളോട് കാണിച്ച ആദരവിനും ബഹുമാനത്തിനും എല്ലാം പ്രത്യേകം നന്ദി. പിന്നെ ഞാൻ പറയാണ്, ഈ എൻ്റെ ബെഞ്ച് എന്ന പേരിലാണല്ലോ നിങ്ങൾ ഈ കൂട്ടായ്മ കൂടിയത്. അപ്പോൾ ഹർഷയ്ക്കും ടീം അംഗങ്ങൾക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് നിങ്ങൾ വിളിച്ചത്. എത്ര പണം കൊടുത്താലും കിട്ടാത്ത ഒരു ആദരവ്, അത് ഞങ്ങളുടെ ജീവിതകാലത്ത് എപ്പോഴും ഓർമ്മിക്കും. അപ്പോൾ പ്രിയ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ആരോഗ്യവും നല്ലോണം നിലനിൽക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും. എന്തെല്ലൊക്കെയാണ് നിങ്ങൾ പരിപാടികൾ ഇന്ന് ആസൂത്രണം ചെയ്തത് എന്നുള്ളത് പറയുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ആദ്യം ആ കേക്ക് മുറിച്ചൊരു എണ്ണത്തിന് ഒരു ഉദ്ഘാടനം നടത്തി അങ്ങ് നിർത്തിയത്. പക്ഷേ സത്യത്തിൽ സെൻറ്റ് സേവിയേഴ്സ് UP സ്കൂളിലേക്ക് വരിക അത് വല്ലാത്ത ഒരു ആനന്ദമുള്ളൊരനുഭവമാണ് ഞങ്ങളെല്ലാവർക്കും. എസ്പെഷ്യലി എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ആദ്യം ഇവിടെ ഈ സ്കൂളിൽ വന്നത് 1951-ലാണ്. 1951 ഈ 1-ാം ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നത് മുതൽക്ക് ഒരു 8 അന്ന് ഈ 8-ാം ക്ലാസ് വരെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ 1-ാം ക്ലാസ് മുതൽക്ക് 8-ാം ക്ലാസ് വരെ ഈ സ്കൂളിൽ സെൻറ്റ് സേവിയേഴ്സ് UP സ്കൂളിൻ്റെ തന്നെ ഇവിടുന്ന് പഠിച്ചിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 10 കൊല്ലമൊക്കെ കുറഞ്ഞൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്കൂളിൽ അധ്യാപകനായിട്ട് വന്നു. 1969 ഇവിടെ അധ്യാപകനായിട്ട് വന്നു. അതിനുശേഷം 2000-ലാണ് ഇവിടുന്ന് റിട്ടയർ ചെയ്യുന്നത്. ഇപ്പോൾ 24 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും നല്ല, നമ്മൾ ഏറ്റവും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പീരീഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സെൻറ്റ് സേവിയേഴ്സ് UP സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാലമാണ്. അപ്പോൾ UP സ്കൂൾ എന്നുള്ള പദ്ധതിയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതല്ലാതെയാക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. സെൻറ്റ് സേവിയേഴ്സ് ഹൈസ്കൂളാക്കാൻ വേണ്ടി എത്രയോ പതിറ്റാണ്ടുകളോളം ഹർജികൾ എഴുതുകയും നമ്മൾ പല സമരങ്ങൾ നടത്തുകയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ലതിക ടീച്ചർക്ക് ബൈഹാർട്ടായിട്ടുണ്ടാവും അന്ന് നമ്മൾ കൊടുത്ത നിവേദനങ്ങൾ. ഓരോ കൊല്ലവും 8ഉം 10ഉം കോപ്പി ഈ നിവേദനം എഴുതിയിട്ട് മന്ത്രിക്കും MLAക്കും നാട്ടുകാർക്കും കളക്ടർക്കും മുഖ്യമന്ത്രി ഇങ്ങനെ സകല ആളുകൾക്ക് നിവേദനം അയക്കുക. അതൊരു തൊഴിലായിരുന്നു ഞങ്ങൾക്കൊക്കെ, ഇതിനെ ഹൈസ്കൂളാക്കി ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിന്. ഫ്രാൻസിസ് മാഷൊക്കെ ആ കാലത്തിൽ മുന്നിൽ പ്രവർത്തിക്കുക സ്ഥിരമായിട്ട് അതിൻ്റെ ആ മാറ്റർ എഴുതി തയ്യാറാക്കുന്നത് ഞങ്ങൾ അതിന് അത് കോപ്പി എടുത്ത് ശരിയാക്കി തരുന്നതൊക്കെ നല്ല അക്ഷരത്തിൽ അത് എഴുതുക, അതൊക്കെ ലതിക ടീച്ചറാണ് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞു, ലതിക ടീച്ചർക്ക് ഏതാണ്ട് അതിൻ്റെ പദങ്ങളൊക്കെ ബൈഹാർട്ടായിട്ടുണ്ടാവും, അതിന് മാത്രം എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിട്ടും എത്രയോ പതിറ്റാണ്ടുകൾ വർക്ക് ചെയ്തിട്ടും നമ്മളുടെ പെരുവൽ സെൻറ്റ് സേവിയേഴ്സ് UP സ്കൂളിൽ നിന്നും UP സ്കൂൾ തന്നെയായിട്ട് നിൽക്കുകയാണ് ചെയ്യുക. ഓട്ടെ ഹൈസ്കൂളുകൾ വേറൊക്കെ പല സ്ഥലങ്ങളുണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളതാണെങ്കിൽ നമുക്ക് ഈ സ്കൂളിനോടുള്ളൊരു മമത അത് വളരെ വലുതാണ്. ഇപ്പം നാട്ടിൽ മുഴുവൻ പല സ്ഥലങ്ങളിലും കുട്ടികൾ മുമ്പ് പഠിച്ചിരുന്ന ആ വിദ്യാലയത്തെ ഓർമ്മിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ട് ബന്ധപ്പെടുന്ന ഒരു സംവിധാനം ഇവിടെ മാത്രമല്ല കേരളത്തിലുടനീളം പല സ്ഥലങ്ങളിലും ഉണ്ട്. നമ്മുടെ വിദ്യാലയം ആൻഡ്രൂ മാഷ് പറയണ്ട 7ാമത്തെ കൂട്ടായ്മയാണ്, 6ാമത്തെ കൂട്ടായ്മയാണെന്ന്. അപ്പോൾ ഏതായാലും അപ്പോൾ അത്രയും ഗ്രൂപ്പ് കുട്ടികൾക്ക് അവനവൻ്റെ വിദ്യാലയത്തെയും അവിടുത്തെ പണ്ട് പഠിപ്പിച്ച അധ്യാപകരെയൊക്കെ ഓർമ്മിക്കാൻ കഴിയുന്നത്, അതൊരു മധുര സ്മരണയായി അവർക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്നത് അതൊരു വലിയ നേട്ടമാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു ആനന്ദമുള്ള അനുഭവമാണ്. നമുക്ക് ചെറുപ്പത്തിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുക, കുട്ടിക്കാലത്തേക്ക് മടങ്ങിപ്പോകാൻ കഴിയുക. എനിക്ക് എന്നെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരെ, ഇപ്പം കൊച്ചുമറിയ ടീച്ചർ, AR മറിയ ടീച്ചർ, ഗോപാലൻ മാസ്റ്റർ, ഒരു പക്ഷേ നിങ്ങൾ പലർക്കും ഓർമ്മയുണ്ടാവില്ല അവരെ പറ്റിയിട്ട്. അവരൊക്കെ അത് അച്ഛനു ടീച്ചർ, അവരൊക്കെ എന്നെ പഠിപ്പിച്ച ടീച്ചർമാർ. എന്നെ ഒരു 10-30 കൊല്ലക്കാലം എൻ്റെ അധ്യാപകരുടെ കൂടെ ഒരു സഹാധ്യാപകനായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മണ്ഡലം. അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകൾ, സജീവമായ ഓർമ്മകൾ, മരിക്കാത്ത ഓർമ്മകൾ, എപ്പോഴും ആവേശം നൽകുന്ന ഓർമ്മകൾ, പ്രത്യാശയുടെ ഓർമ്മകൾ, അത് നിർത്തുന്ന ഒരു വിദ്യാലയമാണ് ഇത്.
ഈ വിദ്യാലയത്തിലേക്ക് ഈ പ്രാവശ്യം ഇപ്പോൾ വരാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കിയത് നിങ്ങളുടെ പുതിയ ഈ ഗ്രൂപ്പിൻ്റെ ഒരു ശ്രമമാണ്. ആ ഗ്രൂപ്പിനെ വന്ന് ഞങ്ങളെ ക്ഷണിച്ച എല്ലാ കുട്ടികളോടും, കുട്ടികൾ എന്നൊരു പദമാണ്, പക്ഷേ നിങ്ങളൊക്കെ അച്ഛന്മാരും മുത്തശ്ശന്മാരും ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ളത് എങ്കിലും നിങ്ങൾ ആ കുട്ടിക്കാലത്തെ ഓർമ്മിക്കുന്ന ഒരു വേദിയായി ഇതിനെ മാറ്റാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെ ക്ഷണിച്ചതിനും ഏറ്റവും എൻ്റെ കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകരെ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ ഒരു ആനന്ദം ഉളവാക്കിയിട്ടുള്ള കാര്യമാണത്. അപ്പോൾ അതിനൊക്കെ ഇടതന്നില്ല നിങ്ങൾക്കും സർവേശ്വരനും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഞാൻ ദിബിനെ എന്തോ ചോദിക്കാൻ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓടി വന്നത്. കുഴപ്പമില്ല, എന്നാലും ഇങ്ങനെ ഒരു അനുഭവം നീണ്ട 25 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒരുമിച്ച് 3 ബാച്ചുകൾ ഒരുമിച്ച് ഒരു ക്ലാസ് റൂമിലിരിക്കുമ്പോൾ വലിയൊരു അനുഭവമാണ്. കുറച്ച് നേരം വൈകിപ്പോയി, തുടങ്ങുന്ന നേരം ഷോപ്പിൽ 1-2 ആൾ വന്ന് അങ്ങനെ നേരം വൈകിപ്പോയതാണ്. അതിന് നിങ്ങളോട് ആദ്യം ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഈ സംഘാടക സമിതിയിലെ ഒരംഗം ആയതുകൊണ്ട് ഞാൻ നേരെ വെക്കാൻ പറ്റില്ല. ഞാൻ എന്തായാലും നേരത്തെ എത്തണമെന്ന് തന്നെ കരുതിയതാണ്. പക്ഷെ ഇന്നലെ രാത്രി ലേശം ലേറ്റായി കിടക്കാനൊക്കെ കൂടി അങ്ങനെ നേരെ വൈകിപ്പോയതാണ്. ഓരോ ടീച്ചർമാരെ എടുത്തു പറയേണ്ടതില്ല, നമുക്കറിയാം ഓരോരുത്തരും നമ്മളെ കഴിഞ്ഞ കാലം. ഞാനിവിടേക്ക് 5ാം ക്ലാസ് മുതലാണ് ഞാൻ ഈ സ്കൂളിലേക്ക് വന്നിട്ടുള്ളത്. 4 വരെ ഞാൻ പൂവാട്ടുപറമ്പ് LP സ്കൂളിലായിരുന്നു. 5ാം ക്ലാസ് മുതൽ തന്നെ ലതിക ടീച്ചർ മാത്സ് മുതലാണ് എൻ്റെ സ്റ്റാർട്ടിങ് 5Bയിൽ തുടങ്ങുന്നതാണ് എൻ്റെ ഓർമ്മ. ടീച്ചർ അടി കൊണ്ട് തുടങ്ങി. അവിടുന്ന് ഇങ്ങോട്ട് ഞാൻ 7ാം ക്ലാസ്സിൽ നമ്പൂരി മാഷ് അക്ഷരശ്ലോകം രഞ്ജിത്ത് രവീന്ദ്രൻ്റെ കൂടെ മാഷ് ചെല്ലുന്നതും സ്കൂളിൽ ആ മലയാളം ക്ലാസ്സും ഇവിടെ ആയിരുന്നു നമ്മളെ ക്ലാസ് 7B. എൻ്റെ ഓർമ്മ 2 റൂം അപ്പുറം വരും. 7B ക്ലാസ്. മാഷായിരുന്നു ക്ലാസ് മാഷ്. നല്ല ക്ലാസ്സായിരുന്നു എന്ന് തന്നെ പറയാം. നമുക്ക് എന്താ അറിയില്ല, അന്ന് 11 മണിക്ക് 10:30 ബെല്ലടിക്കുമ്പോഴത്തേനും ഗ്രൗണ്ടിലേക്ക് 16 രൂപൻ്റെ ആ റബ്ബർ ബോളും എടുത്ത് ഓടുന്ന ഓർമ്മ കൂടുതൽ എനിക്കുള്ളത്. കാരണം അന്നും ഇന്നും ഫുട്ബോൾ കളീൻ്റെ കൂടെയാണ് ഓടിക്കൊണ്ട് നിൽക്കുന്നത്. ഇന്നലെ രാത്രി നേരെ വൈകിയതും പൂവാട്ടുപറമ്പുള്ള ഒരു ക്ലബ്ബ് നടത്തിക്കൊണ്ട് പോകുന്നത് കൊണ്ട് 11 മണിക്ക് 10:30 മണിക്ക് കളി സ്റ്റാർട്ട് ചെയ്ത് 1 മണിക്കാണ് ഞാൻ വീട്ടിൽ ഇന്നലെ രാത്രി ടീമിനൊക്കെ പിരിച്ചു വിട്ട് വീട്ടിലെത്തിയത്. അപ്പോൾ അതുകൊണ്ട് കളി എൻ്റെ കൂടെ തന്നെ ഉണ്ടായതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. സനൽ മാഷെ ഓർമ്മ വരികയാണ്. മാഷ് ആകെ തരും നമുക്ക് 3 കുറ്റിയും ഒരു ബാറ്റും. അത് വെച്ച് നമ്മൾ കളിക്കണം. കളീൻ്റെ പീരീഡ് അത് എപ്പോഴാണ് ഉണ്ടാകുക നോക്കി നിൽക്കുക ചെയ്യുക. ആ ഒരു ടൈം ഓർമ്മ വരുന്നു. അതുപോലെ 6ൽ പഠിപ്പിച്ച വസത ടീച്ചർ എൻ്റെ പൂവാട്ടുപറമ്പ് തന്നെയാണ്. ഇടയ്ക്ക് കാണും. പണ്ട് ഞാൻ ഈ പേപ്പർ ഇടുന്ന പരിപാടി ഉണ്ടായിരുന്നു നമ്മൾ ചെറുപ്പത്തിൽ. രാവിലെ നേരത്തെ എണീറ്റ് പോയി സ്കൂളിൽ വരുന്നതിന് മുമ്പ്, അതെനിക്ക് തോന്നുന്നു ഞാനൊരു 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന 9, 10 പഠിക്കുന്ന കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. ടീച്ചറെ വീട്ടിൽ മാത്രമാണ് ഇന്ത്യൻ എക്സ്പ്രസ് പേപ്പർ, ഇംഗ്ലീഷ് പേപ്പർ ഞാൻ ഇടാറുള്ളത്. ആകെ 2 പേപ്പറായിട്ടാണ്. ഇന്ത്യൻ എക്സ്പ്രസ് പേപ്പർ ഇട്ട വീട് ടീച്ചറെ വീടാണ്. ആ വീട്ടിൽ ഞാൻ കുറേ ദിവസം ഡെയിലി രാവിലെ ടീച്ചർ എണീക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ ടീച്ചറെ വീട്ടിൽ പോരുന്ന ഒരാളായിരുന്നു. അതുപോലെ ബാക്കി ടീച്ചർമാരൊക്കെ ഗ്രേസ്യമ്മ ടീച്ചർ ഒന്നും പറയണ്ട. കുറേ ആൾക്കാർ എല്ലാവരും എടുത്ത് പറയണേ, കുറേ ആൾക്കാരെ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. നമ്മളിത് ആസൂത്രണം ചെയ്തത് മുതൽ ഇതിൻ്റെ കൂടെ നുസൈബ ആയാലും ദിബിന ആയാലും വിജീഷ്, അങ്ങനെ വേണ്ട ലത്തീഫ്, ആടെ പേരെടുത്ത് പറയുന്നില്ല. അതുപോലെ ഇതിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തൊരു വ്യക്തി ഷക്കീറാണ്. ഷക്കീറിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. പൂവാട്ടുപറമ്പിൽ ദിവസവും എൻ്റെ ഷോപ്പിൽ ഓന് വരും. കാരണം ഓൻ ഓട്ടോയിലാണ്, ഡ്രൈവറാണ്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ ഓർഡർ ഞാൻ ഓനെ വിളിക്കാറ്, ഓനെ വരാറും ചെയ്യാം. അപ്പോൾ ഓൻ ഡെയിലി എൻ്റെ അടുത്ത് വരും. വന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ഓരോന്ന് ഇന്നതായിട്ടുണ്ട്, ഇനി എന്താ ചെയ്യാം നമ്മൾ. ഓൻ പറയും എനിക്ക് നടത്തി പരിചയമല്ല ഒരു പരിപാടി, ഈ ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരും. ഞാൻ പറഞ്ഞു കൊടുക്കാൻ ആളായിട്ടല്ല, പക്ഷേ ഓൻ എന്നെ കണ്ടുകൊണ്ട് എന്തോന്ന് അറിയില്ല, ഓൻ്റെ അടുത്ത് വന്ന് ഓരോന്ന് ചോദിച്ചിങ്ങനെ പോവും. അപ്പോൾ ഓൻ്റെ എഫേർട്ട് നമ്മൾ മനസ്സിലാക്കണം. ഓന് എല്ലാവരെയും അതിലേക്ക് എത്തിച്ച് ഇതിലേക്ക് കൊണ്ടുവരാൻ എന്നും ഓൻ്റെ ഒരു വോയിസ് ഉണ്ടാവും. ആ വോയിസ് നല്ല ചീത്ത ആയിരിക്കും ഗ്രൂപ്പിൽ. നമ്മളെ ചീത്ത പറയാം, നമ്മളാരും വരില്ല, ഇതിന് പരിപാടിക്ക് എത്തൂല, ഒന്നിനും എത്തൂല.
അപ്പോൾ അവന് ചീത്ത പറഞ്ഞിട്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ സക്കീറിന് എൻ്റെ വക ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ മറ്റു നിരവധി ബിൻസി ഇതിൻ്റെ കൺവീനറാണ്. ബിൻസി കാര്യമായിട്ട് ഇതിൻ്റെ എല്ലാ മീറ്റിങ്ങിനും പങ്കെടുക്കാറുണ്ട്. അവളെ ജോലി തിരക്ക് കാരണം ചില മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ലെങ്കിലും ഒരുവിധം മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്ത് അവൾ ബിൻസി, അതുപോലെ അമ്പിളി, പേരെടുത്ത് പറയുന്നില്ല ഞാൻ, എല്ലാവരും പറയണം, എന്നാലും അവരൊക്കെ നല്ല ഉഷാറായിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇത് ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി ഇങ്ങനെ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. ടീച്ചർമാർ ഇനി ഒരു വ്യക്തി ഓരോരുത്തർ പരിചയപ്പെടാനുണ്ടാവും. ഞാൻ പൂവാട്ടുപറമ്പ് എൻ്റെ വീട്, ഇപ്പം പലർക്കും ഓർമ്മ ഉണ്ടായില്ല, എൻ്റെ പേര് ഷംഫീറാണ്. പൂവാട്ടുപറമ്പിൽ ചെറിയൊരു ഹാർഡ്വെയർ ഷോപ്പുണ്ട്, അതുപോലെ ഒരു ഫ്ലക്സ് പ്രിൻറ്റിങ്ങിൻ്റെ ചെറിയൊരു പരിപാടിയുണ്ട്. ഇത് രണ്ടുമാണ് എൻ്റെ ബിസിനസ്സുകളായിട്ട് പോകുന്നത്. അപ്പോൾ അതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കുറച്ച് കളികളും കാര്യങ്ങളുമായിട്ട് എനിക്ക് എൻ്റെ ഭാര്യ ഫർസാന, ഞാൻ കുന്നമംഗലത്തു നിന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അവൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് M.Pharm കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത ടീച്ചിങ് മേഖലയിലേക്ക് നോക്കുന്നുണ്ട്. എനിക്ക് 3 മക്കളാണ്. മൂത്ത ആൾ ഇപ്പോൾ 3ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ആൾ 1ാം ക്ലാസ്സിലേക്കാണ്. മൂന്നാമത്തെ ആൾ ജസ്റ്റ് 8 മാസം 9 മാസമായിട്ടുണ്ട്. അങ്ങനെ 3 മക്കളാണ് എനിക്കുള്ളത്. ഇനി എന്നെക്കുറിച്ച് അറിയാനൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. പിന്നെ ഉപ്പ ഉമ്മ, പിന്നെ എനിക്കൊരു 2 പെങ്ങന്മാരുള്ളത്. ഒരു പെങ്ങൾ മുണ്ടുമൊഴിക്കാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഒരു പെങ്ങളുണ്ട്, എനിക്ക് സുഖമില്ലാത്ത പെങ്ങളാണ്, കുറച്ച് ബുദ്ധി വൈകല്യമുള്ളൊരു പെങ്ങളുണ്ട്, അവർ വീട്ടിലുണ്ട്. അതാണ് എൻ്റെ കുടുംബം, ചെറിയ കുടുംബം. അൽഹംദുലില്ലാ നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. ചെറിയ വരുമാനമാണെങ്കിലും ആ വരുമാനത്തിൽ നിന്നുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ എൻജോയ്മെൻറ്റും എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടീച്ചർമാർക്കൊക്കെ വന്നതിൽ നന്ദി അറിയിക്കുകയാണ്. കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. വന്ന എല്ലാ എൻ്റെ സഹപാഠികൾക്കും വളരെ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ഗുരുനാഥന്മാർക്ക് എല്ലാവിധ ആശംസകളും. ഇതിൽ ടീച്ചറെടുത്ത് നിൽക്കുമ്പോൾ തന്നെ പേടിയാണ്. ഞങ്ങൾ ടീച്ചറായിരുന്നു, അന്നുള്ള പേടി തന്നെ മാറിയില്ല. അതേമാതിരി ആദ്യമാഷ കയ്യിൽ എപ്പോഴും ചൂരയില്ലാണ്ട് സാറെ കണ്ടില്ല, അതൊരു നല്ലൊരു ഓർമ്മയാണ്. പിന്നെ നമ്മളെ നമ്പൂരി മാഷിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ മക്കൾ അന്ന് അമേരിക്കയിലാണ് ഒക്കെ ആയിരുന്നു അല്ലേ, മാഷിൻ്റെ മക്കൾ പുറത്താണ്. അപ്പോൾ രാവിലെ ഒരു 10-10:15 ഒരു ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് മാഷൊരു ബാങ്കിൻ്റെ പാസ്ബുക്ക് തരും പൈസ കൊണ്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാനും അന്ന് അനൂപും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന സമയത്ത് സ്റ്റാഫ് റൂമിലേക്ക് ചായ വാങ്ങാൻ പറയും. ചായ കാഴപ്പോൾ അതിൻ്റെ എല്ലാ കൊട്ടേഷനും ഞങ്ങൾ 2000 കൂടെ ഉപയോഗിക്കുക. അതെന്നുവെച്ചാൽ എങ്ങനെ ഭക്ഷണം കഴിച്ചാലും 2 കടി ബാക്കിയുണ്ടാവും എനിക്ക് അനൂപിനുള്ളത്. അതുകൊണ്ട് എല്ലാ ദിവസവും ചായ വാങ്ങാൻ പോലും ഞങ്ങളാണ് ഉള്ള പറയാലോ. പഠിപ്പിച്ചതൊന്നും ഇതുവരെ ഓർമ്മയില്ല, ഇങ്ങനത്തെ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ 5ാം ക്ലാസ്സിൽ വന്ന സമയത്ത് ഞാൻ 4 വരെ പഠിച്ചത് ചെറുപ്പം നെറ്റിക്കാട്ട് സ്കൂളിലാണ്. 5ാം ക്ലാസ്സിൽ ഇവിടെ വന്ന് അന്ന് ശിവരാജ മാഷായിരുന്നു 5B ക്ലാസ് മാഷ്. അന്ന് പഠിച്ചതിനെക്കാട്ടും ഓർമ്മ ഉച്ചയ്ക്ക് ഒരു മഴ പെയ്ത സമയത്ത് ഇവർ നല്ലൊരു വയലും കാര്യമുണ്ട്. അപ്പോൾ മീനിനെ പിടിക്കാൻ പോകുന്നൊരു രസമാണ്, മീനിനെ പിടിക്കാൻ പോകുന്ന രസമാണ്. ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് കയ്യിൽ എന്താണോ തുണിയുള്ളത് അതെടുത്ത് 2 പേരും കൂടെ ആരെങ്കിലും ഒരാൾ എന്തായാലും കമ്പനിക്ക് ഉണ്ടാവും. അപ്പോൾ കോരി മീൻ പിടിക്കുക. അങ്ങനെ ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണിയാകുന്ന സമയത്ത് മഴ പെയ്ത് കുട്ടികൾ പലരും നനഞ്ഞിക്കുന്നു. അപ്പോൾ മാഷ് എന്ത് ചെയ്ത് മഴ നനഞ്ഞ കുട്ടികളോട് മാറിക്കാൻ പറഞ്ഞു. എൻ്റെ കൂടെ വന്ന കുട്ടികളെല്ലാവരും നേരെ ക്ലാസ്സിൽ പോയി. ഞാനിവിടെ വന്നിട്ടല്ലേ ഉള്ളൂ. ഞാനെന്ത് സത്യസന്ധമായിട്ട് അവിടെ മാറുന്നതിനെ കൊണ്ട് എന്നാൽ മോനെ അവിടെ നിൽക്കുന്നതാണ് മാഷ് അവിടെ നിർത്തി. പിന്നെ ഒരു സ്കെയിലായിട്ടാണ് വരുന്നത്, നീളമുള്ള സ്കെയില്. അതിനോട് കൈ മടക്കിയിട്ടാണ് ഇവിടെ കിട്ടിയത്. ഇതുവരെ മറന്നില്ലത്. അത് അന്ന് സത്യസന്ധതയ്ക്ക് മാത്രം കിട്ടിയൊരു ഐഡിയാണ്. പിന്നെ അങ്ങനെ പോകുന്നു. പിന്നെ ഇവിടെ കഴിഞ്ഞതിന് ശേഷം നേരെ ക്യാമ്പസിലേക്കാണ് പോയത്. 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ച് ജസ്റ്റ് ഒരു 219 മാർക്ക് 10ആണ് ജയിക്കാൻ. 19 മാർക്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് പാസ്സായി. പിന്നെ പഠിത്തമൊന്നും നടക്കില്ല വിചാരിച്ച് പിന്നെ ഒരു കൊല്ലം പണിക്കിറങ്ങി. ആശാരിപ്പണിയായിരുന്നു, അച്ഛനും ആശാരിപ്പണിയായിരുന്നു. അങ്ങനെ ഒരു കൊല്ലത്തോളം ആശാരിപ്പണിക്ക് പോയി പണിയൊക്കെ പഠിച്ച്. അപ്പോൾ കൂടെ നിൽക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ സ്കൂളിൽ പോകണേ കാണാം, ഞാൻ അതേ സമയം പണിക്കും പോകണേ കാണാം. പിന്നെ
അച്ഛൻ എന്ത് ചെയ്തു, ഞാൻ അറിയാണ്ട് തന്നെ കോഴിക്കോട് ഒരു സ്കൂളുണ്ട് ITIയിൽ ഓട്ടോമൊബൈലിന്. അപ്പോൾ ചേർത്തത് അച്ഛൻ ഇലക്ട്രോണിക്സിനാണ് ചേർത്തി പോകുന്നത്. ഞാൻ തന്നെ എങ്ങനെയോ ഒന്ന് 10ാം ക്ലാസ് ചാടി കുത്തിരിക്കുന്നത്, എനിക്ക് ഇലക്ട്രോണിക്സും കൂടെ ചേർന്ന് പഠിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ പോയി അച്ഛൻ അറിയാണ്ട് അത് ഓട്ടോമൊബൈലിലേക്ക് മാറ്റിയിട്ട് CTCയിൽ ഓട്ടോമൊബൈൽ പഠിച്ച്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള വിഷയം കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിക്കാനും കഴിഞ്ഞ് പിന്നെ നല്ല മാർക്കോട് കൂടി പാസ്സായി. അവിടെ ഒരു 2 മാസത്തോളം ഓട്ടോമൊബൈൽ പഠിപ്പിക്കാനും സ്റ്റാഫായിട്ട് കയറി. പിന്നെ അവിടെ നല്ലൊരു മാഷ് ഉണ്ടായിരുന്നു, വസന്ത മാഷ് എന്ന് പറഞ്ഞിട്ട്. മാഷ് പറഞ്ഞ് ഇനിയും പഠിക്കാനുണ്ട്, ഇവിടെ നിന്നിട്ട് എൻ്റെ ജീവിതം പോക്കണ്ട, മാറിപ്പോയിക്കോ എന്ന് പറഞ്ഞു. മാഷ് പറഞ്ഞ് ഞാൻ തന്നെ ഇവിടെ ഇപ്പോൾ 4-5 വർഷത്തിൻ്റെ മേധയായി നിൽക്കുന്നത്, വലിയ മെച്ചമൊന്നും എനിക്ക് ഇവിടെ കാണുന്നില്ല, മോൻ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ്. അങ്ങനെ ആ മാഷ വർത്തമാനത്തിന് അവിടുന്ന് പിന്നെ ഇറങ്ങി, പിന്നെ ആശാരിപ്പണിക്ക് തന്നെ ഇറങ്ങി. അങ്ങനെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ മോണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ നിന്ന് ഇനി +2 പഠിക്കൽ. അങ്ങനെ ഓൻ വീട്ടിൽ നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് +1 നേരെ രജിസ്റ്റർ ചെയ്ത് സ്കൂളിൽ പോകാണ്ട് +1 പരീക്ഷ എഴുതി ഓപ്പണായിട്ട്. പിന്നെ അതിൽ പാസ്സായത് കൊണ്ട് ഇവ പിന്നെയും പ്രശ്നം ഉണ്ടാക്കി, ഓന് കമ്പനിക്ക് ആളെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പഠിക്കാൻ. അങ്ങനെ +2 ഡിസ്റ്റിങ്ഷനോട് കൂടി +2 പാസ്സായി. അതിനുശേഷം പിന്നെയും പണിക്ക് ആശാരിപ്പണി തന്നെ നല്ല താല്പര്യമുള്ള ഫീൽഡാണ് ആശാരിപ്പണി, അത് വിട്ടു പോരാനും തോന്നില്ല. അങ്ങനെ ആ പണിക്ക് പിന്നെ ഇറങ്ങി. അങ്ങനെ 2 ആഴ്ച രാവും പകലും പണിയെടുത്ത് നല്ലൊരു പൈസ കയ്യിൽ വന്ന് വീട്ടുകാരെന്ന് അറിയാണ്ട് നേരെ പോയി ഡിഗ്രിക്കും ചേർന്ന് അവർ കോളേജിൽ. പിന്നെ ബാക്കി പൈസ എടുത്തിട്ട് ഓട്ടോമൊബൈൽ PGDC കമ്പ്യൂട്ടർ കോഴ്സും കഴിഞ്ഞു. ചേർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വണ്ടി വാങ്ങി. ഒക്കെ പഠിച്ചുണ്ടാക്കിയ പൈസ, ഒരു പൈസ പോലും വീട്ടിൽ നിന്ന് വാങ്ങിയില്ല. കയ്യിൽ നിന്ന് കിട്ടിയ പൈസ വെച്ചിട്ട് വണ്ടി വാങ്ങി. അങ്ങനെ വണ്ടി ഉള്ളത് കൊണ്ട് എൻ്റെ സ്നേഹിതൻ ഉണ്ടായിരുന്നു, ഉറ്റ കമ്പനിക്കാരൻ വിജയ്, ചിലപ്പോൾ അറിയാൻ മതി. ഇവൻ PSCക്ക് അയക്കാൻ പോകുന്ന സമയത്ത് ഓനോട് പറഞ്ഞ് എൻ്റെ വണ്ടി കൊണ്ടാ, എനിക്ക് പോസ്റ്റ് ഓഫീസ് വരെ പോയി വരണം, അപേക്ഷ വാങ്ങാനാണ്. ഓൻ പോയി വരുന്ന സമയത്ത് ഒരു അപേക്ഷ ഓൻ തന്നെ ഓൻ്റെ ഇഷ്ടത്തിന് വാങ്ങിക്കൊണ്ടുവന്നു, അവൻ തന്നെ പൂരിപ്പിച്ച്. അങ്ങനെ ക്ലാസ്സിലിരുന്ന് ഡിഗ്രി ക്ലാസ്സിലിരുന്ന് കുന്നങ്ങൽ അവർ കോളേജിലായിരുന്നു. ഞങ്ങൾ 4-5 ആൾക്കാർ ഒരുമിച്ച് അപേക്ഷ അയച്ച് പരീക്ഷയ്ക്ക് പോയി. പരീക്ഷ കഴിഞ്ഞ് ആകെ അവന് കിട്ടിയില്ല, എനിക്ക് ഡിഗ്രി PSC പോലീസിൽ കയറി. 2019 ലിസ്റ്റായിരുന്നു, 2009 ലിസ്റ്റ്. അങ്ങനെ പിന്നെയും വീണ്ടും ഈ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് തന്നെ വരിക, PSCൻ്റെ ഫിസിക്കലി പാസ്സാവാൻ വേണ്ടിയിട്ട്. എന്തായാലും ഫിസിക്കലി പിടിച്ചോ പറ്റുമെന്നുള്ളത് കൊണ്ട് പിന്നെ ആശാരിപ്പണിക്ക് പോകുന്നത് നിർത്തി. ഇവിടെ രാവിലെ വീട് മുതൽ ഇവിടെ വരെ ഓടി വരും. ഇവിടെ പെരുവയിലുള്ള ഒരു റോക്കച്ച മാഷ് ഉണ്ടായിരുന്നു ട്രെയിനിങ് തരാൻ, ഇവിടെ മുകളിൽ തന്നെയാണ്. നല്ല എന്താ പറയുക, നല്ലൊരു സ്വഭാവം, എങ്ങനെ പറയാൻ പറ്റില്ല, മറക്കാൻ പറ്റാത്തൊരു ഇത്. അങ്ങനെ ആ മാഷ് കറക്റ്റ് ട്രെയിനിങ് കിട്ടി. അതിൽ നിലമ്പൂർ വെച്ചിട്ടായിരുന്നു, നിലമ്പൂരല്ല പാണ്ടിക്കാട് വെച്ചിട്ട് ഫിസിക്കലി ടെസ്റ്റ്, അവിടുന്ന് ഫിസിക്കലും പാസ്സായി. 2012 പോലീസിൽ ജോയിൻ ചെയ്തു മലപ്പുറത്ത്. പിന്നെ അരീക്കോടായിരുന്നു ട്രെയിനിങ്. അത് കഴിഞ്ഞ് മലപ്പുറത്ത് 2009 വരെ മലപ്പുറത്ത് നിന്ന് 2019 വരെ. ശേഷം കോഴിക്കോട് വന്ന് ഇപ്പോൾ കോഴിക്കോട് സിറ്റി കമ്മീഷൻ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. സൈബർ സെല്ലിൽ PGDC പാസ്സായതുകൊണ്ട് നേരെ സൈബർ സെല്ലിൽ കയറി. ഇപ്പോൾ കുഴപ്പമില്ല. ഇവിടുന്ന് വീട്ടിൽ വെള്ളം കയറുന്ന വിഷയമുള്ളത് കൊണ്ട് ഞാൻ വീട്ടിൽ പോകാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ വീടിന് തന്നെ പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു തോണി ഉണ്ടാക്കി. ലീവുള്ള ദിവസം മരമൊക്കെ വാങ്ങി ഒരു തോണി ഉണ്ടാക്കിയത് ഫൈബർ ചെയ്തു. അങ്ങനെ തോണി കിടത്താൻ നിന്ന് എല്ലാവർക്കും തോണിക്ക് കുത്താനുള്ള അറിയുന്നവർ കുറവ്, എല്ലാവർക്കും തോണി കുത്താൻ നിന്ന്. ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് തോണി ഉണ്ടാക്കിയത്, പക്ഷേ ഇന്നെ കടത്തി തരാൻ ആളില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കിടത്തുക. ഞങ്ങൾ ഡ്യൂട്ടി പറഞ്ഞാൽ പോയാലെപ്പോൾ വരും എന്നുള്ള ഒരു ഐഡിയ ഇല്ല. അന്ന് പോയിട്ട് ചിലപ്പോൾ രാത്രി 10 മണിയാവും, ചിലപ്പോൾ 9 മണിയാവും, ചിലപ്പോൾ നേരത്തെ വരും, ചിലപ്പോൾ അന്ന് വരില്ല, ചിലപ്പോൾ പിറ്റേ ദിവസം രാവിലേക്കും, ചിലപ്പോൾ 3 മണിക്ക് പോകേണ്ടി വരും, ചിലപ്പോൾ 4 മണിക്ക്. അങ്ങനെയൊക്കെ കൂടിയായിട്ട് ഇവിടുന്ന് കോഴിക്കോട് നിന്ന് നേരെ കോഴിക്കോട് പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് മാറി. നടക്കാവ് പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിലുള്ള ക്വാർട്ടേഴ്സിലാണ്. കഴിഞ്ഞ ജൂൺ 1 മുതൽ അവിടെയാണ് താമസം. 2 കുട്ടികളാണുള്ളത്. ഒരാൾ LKGയിലും ആയിരുന്നു, ഒരാൾ UKGയിൽ. വൈഫ് PSC ക്ലാസ്സിന് പോവാണ്. അവിടെ ഇപ്പോൾ സ്കൂൾ പൂട്ടിയതിനെ കൊണ്ട് ഇവിടെ വീടിൽ ചെറുപ്പുണ്ട്. അങ്ങനെ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നു. പിന്നെ ടീച്ചറെ വീട്ടിൽ പോയിരുന്നു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം കമ്പ്യൂട്ടർ അറിയുന്നതിനെ കൊണ്ട് ഫോട്ടോഷോപ്പൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യും.
അങ്ങനെ മൊമെൻറ്റോ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ടീച്ചറുടെ ഒരു വീട്ടിൽ നിന്നുള്ളൊരു ഫോട്ടോ ആയിരുന്നു. ഞങ്ങളെ ഗ്രൂപ്പിലെ ഫോട്ടോ ഇട്ടിട്ട് ഇവർക്ക് ആർക്കും അത് തെളിച്ചം വരുന്നില്ല. ടീച്ചറെ നമ്മൾ അങ്ങനെ കാണണ്ട, ടീച്ചർ മുടി കെട്ടാത്ത ഫോട്ടോ ആണ്, അത് ക്ലിയർ ഇല്ലാത്ത ഫോട്ടോ എങ്ങനെയാണ് ടീച്ചർക്ക് കൊടുക്കുക? അങ്ങനെ ആരെടുത്തും ഫോട്ടോ ഇല്ല. പിന്നെ ഒന്നുമില്ല, നേരെ പോയി ടീച്ചറെ വീട് ചോദിച്ച് എല്ലാവർക്കും പറഞ്ഞുതരാൻ കഴിയും ടീച്ചറെ വീട്. നേരെ പോയി ഇന്നലെ മെനാന്ന് പോയി ടീച്ചറെ ഫോട്ടോ എടുത്തു, അത് മൊമെൻറ്റിൽ ചെയ്തു. അങ്ങനെ കുഴപ്പമില്ല, എല്ലാവരും കണ്ടതിൽ ഫുള്ള് ഹാപ്പിയാണ്. ഇത്ര ആളെ ഒരുമിച്ച് വരുന്ന പ്രതീക്ഷയില്ലായിരുന്നു, എന്നാലും ഉള്ളത് കൊണ്ട് ഹാപ്പി. ഇന്ന് ലീവ് കിട്ടാൻ വേണ്ടിയിട്ട് നൈറ്റ് ഡ്യൂട്ടി കയറിയാണ്. അപ്പോൾ എപ്പോഴാണ് ഡ്യൂട്ടി വരികയെന്ന് അറിയില്ല, ഞങ്ങളുടെ ഡ്യൂട്ടി അങ്ങനെ ആയതുകൊണ്ട്. പിന്നെ നമ്മുടെ കൂടെ തന്നെ 2 പോലീസുകാരുണ്ട്, ഒന്ന് ബിനുരാജ് ഉണ്ട്, പിന്നെ പ്രിൻസി. അങ്ങനെ വന്നത് എല്ലാ മാഷ്മാരെയും കണ്ടതിലും പരിചയപ്പെട്ടതിലും സന്തോഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ലതിക ടീച്ചർ പറഞ്ഞതുപോലെ എനിക്കും സംസാരിക്കാൻ, അങ്ങനെ സ്റ്റേജിൽ സംസാരിക്കാൻ പരിചയമില്ല. പോലീസൊക്കെ ആണെങ്കിലും സ്റ്റേജിൽ സംസാരിച്ച് മൈക്കിൽ സംസാരിച്ചിട്ട് തീരെ പരിചയമില്ല. അപ്പോൾ എന്താ പറയാന്ന് വെച്ചാൽ, നമ്മുടെ കുറേ ദിവസത്തെ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു ദിവസം. എല്ലാവരും വിചാരിച്ച പോലെ തന്നെ 85 ആൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 65 ആൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പറയുകയാണെങ്കിൽ എന്തൊക്കെയോ കുറേ അനുഭവങ്ങളൊക്കെ പറയാനുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പറയാനുള്ളൊരു പരിചയക്കുറവുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. വളരെ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ്. ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവെന്നൊക്കെ പറയില്ലേ, അതേപോലെ ടീച്ചേഴ്സിനൊക്കെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഒരുപാട് നന്മ ചൊരിഞ്ഞു തന്നതാണ്. നമ്മുടെ ഈ കാലം അത്രയും നമ്മുടെ ഹൈസ്കൂളിലേക്കും ഒക്കെ ഒരുപാട് ഉപകാരമുള്ള ഒരുപാട് മെസ്സേജസ് നമുക്ക് നമ്മുടെ ടീച്ചേഴ്സ് തന്നിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നമസ്കാരം. എല്ലാവർക്കും ടീച്ചർമാരെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടല്ലോ, നന്ദിയുണ്ട്. ഞാനിത് ഒരാളായിട്ട് തുടങ്ങിയതാണ്, അങ്ങനെ ചോദിച്ചതാണ്, ഞാൻ വിഗീതയായിട്ട് ചോദിച്ചതാണ് ഞാൻ അങ്ങനെ തുടങ്ങട്ടെ എന്ന്. അങ്ങനെ തുടങ്ങിയതാണിത്. ഇങ്ങനെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ലേന്നു. ടീച്ചർമാരൊക്കെ കണ്ടേന് ഇത്രയും നന്ദി. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പഴയ ടീച്ചർമാരൊക്കെ കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നമ്പൂരി മാഷെ, പിന്നെ സിസിൽ ടീച്ചർ, ഏതോ ഒരു ടീച്ചർ ഇവിടെ വന്നില്ല, ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചർ ഉണ്ടായിരുന്നു 4ാം ക്ലാസ്സിൽ. ഏത് ടീച്ചർ? നാൻസ് ടീച്ചറും പിന്നെ വേറെ ടീച്ചറില്ലേ, സിസിൽ ടീച്ചറും, വേറെ ഏതോ ടീച്ചർ ഉണ്ടായിരുന്നു. പിന്നെ ലതിക ടീച്ചർ എനിക്ക് നല്ല ഓർമ്മയാണ്. പിന്നെ കൈ മടക്കി നല്ലോണം അടി കിട്ടിയിട്ടുണ്ട് സ്കെയിലുകൊണ്ട്, അത് ഞാൻ ഒരിക്കലും മറക്കൂല. പിന്നെ ആൻഡോ മാഷ് എടുത്തുനിന്ന് എനിക്ക് അടി കിട്ടിയിട്ടുണ്ട്. എല്ലാവരെയും നല്ല ഓർമ്മ ഉണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഇത്രയും മിസ്സുമാരെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞ സന്തോഷം. അതേപോലെ തന്നെ കൂട്ടുകാർ, ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റുമെന്ന്. എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഗുരുനാഥന്മാരെ, സഹപാഠികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എനിക്കൊരു പണി തരാനാണ് എന്നെ ഇവിടെ കയറ്റിയതെന്ന് എനിക്കറിയാം. പിന്നെ PPTC ചെയ്തതുകൊണ്ട് ഒരു സ്റ്റേജിൻ്റെ മുകളിൽ കയറിയിരുന്ന് 2 വാക്ക് സംസാരിക്കാൻ പഠിച്ചതുകൊണ്ടും ധൈര്യമായി ഞാൻ കയറി. പിന്നെ എന്നെ പൊതുവേ നമ്മളെ ഗ്രൂപ്പിലുള്ളവർക്കൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യം വന്നില്ല. എന്താ വെച്ചാൽ ഞാൻ ഫുൾ ടൈം ഗ്രൂപ്പിൽ ആക്റ്റീവാണ്. പിന്നെ ഞങ്ങൾ പല ഗെയിമുകളൊക്കെ കളിക്കാറുണ്ട്. അപ്പോൾ ആക്റ്റീവ് ആവാത്തവർക്ക് ചിലപ്പോൾ എന്നെ അറിയലുണ്ടാവില്ല. എന്തായാലും വളരെ സന്തോഷം. 5 മുതൽ 7 വരെയാണ് ഞാൻ ഈ സ്കൂളിൽ പഠിച്ചത്. നല്ല നല്ല ഓർമ്മകൾ ഈ സ്കൂളുമായിട്ട് ഉണ്ട്. കൂടുതൽ സഹപാഠികളോട് കൂടി എന്താ പറയുക, ഒരു കുട്ടിത്വം, അന്നത്തെ എല്ലാ കളികളും ഇന്നും അതേപോലെ നിലനിർത്തി പോകുന്നുമുണ്ട്. എന്താ പറയുക, ഒരു പക്വത ഇല്ലാത്തൊരു പ്രകൃതമാണ് എൻ്റെ അന്നും ഇന്നും. അതുകൊണ്ടായിരിക്കും പല പ്രശ്നങ്ങളും ജീവിതത്തിൽ വന്നിട്ടും എന്തിനെ ഫേസ് ചെയ്യാനുള്ളൊരു മനക്കരുത്ത് അതെനിക്കുണ്ട്. എന്തായാലും എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്.
ഇനിയും ഈ ഗ്രൂപ്പും ഈ കൂട്ടായ്മയും ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അതേപോലെ എല്ലാവരും ഇതിൽ ഇനിയും ആക്റ്റീവ് ആവുക. ഇതോടുകൂടി ഇത് നിർത്തുന്ന ഒരവസ്ഥ വരുത്തരുത്. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു. ദിബിൻ ഒ സദാനന്ദൻ, മറ്റ് അധ്യാപകർ, സഹപാഠി സുഹൃത്തുക്കൾ, കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. കാര്യങ്ങളൊക്കെ നമ്മളെ ഈ പരിപാടിയെക്കുറിച്ചിട്ടും അതിൻ്റെ ബാക്കി കാര്യങ്ങളും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുമൊക്കെ എൻ്റെ മുന്നേ പറഞ്ഞ ആളുകൾ, പ്രസംഗിച്ച ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അധ്യാപകരൊക്കെ ഇവിടെ പറഞ്ഞു. ഈ സ്കൂളിനെക്കുറിച്ച്, ഈ സ്കൂളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്, അതുപോലെ ഈ സ്കൂളിൽ നിന്നും പോകുമ്പോൾ ഉള്ള വിഷമത്തെക്കുറിച്ചിട്ട് ഒക്കെ അവരിവിടെ സംസാരിച്ചു കഴിഞ്ഞു. അതുപോലെ ഞാനും ഈ സ്കൂളുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ, ഈ സ്കൂളിൽ നിന്ന് ഞാൻ പോകുന്നത് ഈ സ്കൂളിന് തീരെ ഇഷ്ടമല്ലേ, അങ്ങനെ ഒരു ബന്ധം. അതായത് 5ാം ക്ലാസ്സിൽ നമ്മളെ ലീലാമൺ ടീച്ചറെ ക്ലാസ്സിൽ 5A ഞാൻ പഠിച്ചത്. 5A ഞാനും എൻ്റെ സഹോദരൻ, എൻ്റെ ജ്യേഷ്ഠൻ മുഹമ്മദ് കോയ, ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് 1ാം ക്ലാസ്സിൽ ചേർത്തത്. അങ്ങനെ 5ാം ക്ലാസ്സിലെത്തിയപ്പോൾ എൻ്റെ സഹോദരന് ഒരു ആക്സിഡൻറ്റ് പറ്റുകയും 1 വർഷം സ്കൂളിൽ വരാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഈ സമയത്ത് ഞാൻ 6ാം ക്ലാസ്സിലേക്കും ഓൻ 5ാം ക്ലാസ്സിലേക്കും വന്ന സമയത്ത് ലീലാമൺ ടീച്ചറെ എടുത്ത് വന്നിട്ട് പാപ്പ പറഞ്ഞ് ഓനവിടെ നിന്നോട്ടെ, മറ്റവന് ഏതായാലും 5-ലല്ലേ, രണ്ടാളും 5ാം ക്ലാസ്സിൽ തന്നെ നിന്നോട്ടെ, അനിയൻ മേലോട്ട് പോകണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ തോൽക്കുന്നത്. തോറ്റ് കഴിഞ്ഞപ്പം ഫസ്റ്റ് ബെഞ്ചിൽ നിന്ന് അവസാനത്തെ ബെഞ്ചിലേക്കാണ് അതങ്ങനെയാണല്ലോ സാധാരണ, തോറ്റ് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ ഉണ്ടാവുക. അതിനുശേഷം പിന്നെ തോൽവിയുടെ ഒരു പരമ്പര തന്നെ. പിന്നെ 6ാം ക്ലാസ്സിലെത്തി. 6ാം ക്ലാസ്സിൽ രാധാമൺ ടീച്ചറെ ടെസ്റ്റ് ടീച്ചറെ ക്ലാസ്സിലേക്കാണ് പിന്നെ 5C എത്തിയത്. അവിടുന്ന് പിന്നെ 6ാം ക്ലാസ്സിൽ രാധാമൺ ടീച്ചറെ ക്ലാസ്സിൽ 6D, പിന്നെ 7B നമ്പൂരിഭാഷ ക്ലാസ്സിൽ, അത് കഴിഞ്ഞിട്ട് AC തങ്കമൺ ടീച്ചറെ ക്ലാസ്സിൽ. തങ്കമൺ ടീച്ചറെ ക്ലാസ്സിൽ എത്തിയുള്ള പ്രത്യേകത, എന്തായാലും പാസ്സാവും, പാസ്സാക്കാൻ പറ്റില്ല. ഏറ്റവും കുരുത്തക്കെട്ട് കളിക്കുന്ന ആൾ ലാസ്റ്റ് തോറ്റ് കഴിഞ്ഞാൽ തങ്കമൺ ടീച്ചറെ ക്ലാസ്സിലേക്കാണ്. നമ്മൾ രജിസ്റ്റർ എടുത്ത് നോക്കിയാൽ കാണാം, തോറ്റ ആളുകൾ ഏറ്റവും കൂടുതലുള്ളത് 6B നിന്ന് തോറ്റ് വന്നവർ. ആ രജിസ്റ്ററിൽ ശരിക്കും ജനിച്ചിട്ടുണ്ടാവും 5C നിന്ന് തോറ്റ് വന്നവർ എന്ന് പറയണ്ട, അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ AC എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജയിക്കൽ നിർബന്ധമാണ്. അങ്ങനെ AC നിന്ന് പിന്നെ 8ാം ക്ലാസ്സിലേക്ക് കുറ്റിക്കാട്ടൂർ സ്കൂളിലാണ്. നമ്മളിപ്പോൾ ഈ പെരുവേല സ്കൂളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ ആ റേഞ്ചിലുള്ള ആളുകളൊക്കെ പിന്നെ കുറ്റിക്കാട്ടൂർ സ്കൂളിലാണ് ഉണ്ടാവുക. ബാക്കിയുള്ളവരൊക്കെ സേവിയയിലും അവിടെ ഇവിടെയൊക്കെ പോയി പഠിക്കുമ്പോൾ ഞാൻ കുറ്റിക്കാട്ടൂർ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പിന്നെ അവിടുന്ന് ഞാൻ തോൽവി അറിഞ്ഞില്ല 10ാം ക്ലാസ് വരെ. 10ാം ക്ലാസ്സിൽ നിന്ന് പിന്നെ അന്ന് പിന്നെ ഒരു അനിശ്ചിതകാല സമരം, അധ്യാപകരുടെ ഒരു അനിശ്ചിതകാല സമരം. എൻ്റെ തോന്നുന്നത് ആൻ്റണി സർക്കാരിൻ്റെ കാലത്ത് 2003 ആയിട്ടാണ് അനിശ്ചിതകാല സമരം വന്നപ്പോൾ അവിടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ കൂട്ടത്തിൽ പെട്ട ഒരാൾ. അന്ന് ഞാൻ പഠിക്കുന്ന കുട്ടി കേട്ടോ. ഇവിടുന്ന് ആൾ പോയതിന് ശേഷം നമ്മൾ 10ാം ക്ലാസ് എന്നൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ, പഠിക്കണം ജയിക്കണം എന്നുള്ള ഫസ്റ്റ് ബെഞ്ചിൽ. അങ്ങനെ ഞങ്ങൾ തീരുമാനമെടുത്ത് നമ്മൾ എന്തായാലും നമ്മൾ സമരം ചെയ്യണം, അധ്യാപകർ സമരം ചെയ്യല്ലേ, നമ്മൾ സമരം ചെയ്യണം എന്ന് പറഞ്ഞ് സമരത്തിനിറങ്ങി. പഠിപ്പ് മുടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സമരത്തിനിറങ്ങി. പിന്നെ അതിൽ പ്രശ്നങ്ങളായി, പോലീസ് വന്ന് പിടിച്ച് അതിൽ 1ാം പ്രതിയായിട്ട് പിടിച്ച്. അത് ചുരുക്കി പറഞ്ഞാൽ അന്ന് എക്സാമിന് ഹോൾ ടിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ചെന്ന സമയത്താണ് ഹോൾ ടിക്കറ്റ് തരൂല, അവിടെ ഫൈൻ അടയ്ക്കണം. ഫൈൻ അടിച്ചാലേ ഹോൾ ടിക്കറ്റ് ഉള്ളൂ. ഞങ്ങൾ 10-25 ആളുണ്ടെന്ന്. അങ്ങനെ അത് ഹോൾ ടിക്കറ്റ് തരാത്തൊരു വിഷയം വന്ന് അങ്ങനെ പ്രശ്നങ്ങളാക്കാം. ചുരുക്കി പറഞ്ഞാൽ എക്സാം എഴുതാൻ കഴിഞ്ഞില്ല, ഫസ്റ്റ് എക്സാം എഴുതാൻ കഴിഞ്ഞില്ല. അങ്ങനെ SSLCൻ്റെ കാര്യം ഏകദേശം അവിടെ വെച്ച് തീരുമാനമായി. അതിനുശേഷം വീട്ടിലെല്ലാവരും അത്യാവശ്യം പഠിക്കുന്ന ആളാണ്. എൻ്റെ സഹോദരിയാണ് ഈ കുത്തിരിക്കുന്നത് നുസൈബ, ഞാനും ഓളും ഒരുമിച്ച് തങ്കമൺ ടീച്ചർ ക്ലാസ്സിൽ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് പഠിച്ചത്. അതുപോലെ കുഞ്ഞുമൈദി മാഷ് എൻ്റെ ജ്യേഷ്ഠനാണ്, ടീച്ചറെ മോളെ കൂടെ പഠിച്ചതാണ്, തങ്കമൺ ടീച്ചറെ മോളെ കൂടെ പഠിച്ചതാണ് കുഞ്ഞുമൈദി മാഷ്. കുഞ്ഞുമൈദി മാഷ് ചിലപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ചിലപ്പോൾ അറിയാൻ മതി.
അത്യാവശ്യം നല്ല കുട്ടി, എന്നെപ്പോലെ തന്നെ. അങ്ങനെ പിന്നെ അതിനുശേഷം പിന്നെ ട്യൂട്ടോറിയലിൽ കൊണ്ടുപോയിട്ട് പിന്നെ ചേർത്ത് എക്സാം ആകുമ്പോൾ ഞാൻ പോകില്ല. അങ്ങനെ ആ വർഷം പോയി. രണ്ടാമത്തെ പ്രാവശ്യം. മൂന്നാമത്തെ പ്രാവശ്യം പിന്നെ SSLC എങ്ങനെയെങ്കിലും എന്നെ SSLC ജയിപ്പിക്കണം എന്നുള്ളൊരാഗ്രഹം വാപ്പക്കുള്ളതിനോട് പിന്നെയും കൊണ്ടുപോയി ചേർത്തപ്പോൾ ഞാൻ ഫീസൊക്കെ അടയ്ക്കും, എക്സാം ആകുമ്പോൾ പോകില്ല. അങ്ങനെ മൂന്നാമത്തെ SSLC ബുക്കും കയ്യിൽ കിട്ടി. ചുരുക്കി പറഞ്ഞാൽ SSLC ബുക്കിൻ്റെ ഒരു ലൈബ്രറി തന്നെ വീട്ടിൽ തുടങ്ങാൻ ഭാഗത്തിലുള്ള SSLC പോയി. ഇവരൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണെങ്കിലും അവർക്കൊക്കെ ഒരു SSLC ബുക്കുള്ളൂ. എനിക്ക് 3 ഉണ്ട്. അതാ മാറ്റം. ഞാൻ പോലും തമ്മിലുള്ള വ്യത്യാസം അതാ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ SSLC ഒക്കെ എഴുതിയെടുത്ത്, +2 ഒക്കെ എഴുതിയെടുത്തത്. ചുരുക്കി പറഞ്ഞാൽ 2020 SSLC ഒക്കെ പിന്നീട് SSLC ഒക്കെ എഴുതിയെടുത്ത് വന്നത്. ഏകദേശം ഇപ്പം ഫാർമസ്യൂട്ടിക്കലാണ് വർക്ക് ചെയ്യുന്നതൊക്കെ, ഫാർമസ്യൂട്ടിക്കലാണ്. അത് നോക്കണ്ടല്ലോ, എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ജ്യേഷ്ഠൻ്റെ കൂടെ പോയിട്ട് അങ്ങനെ അവിടെ അവിടുന്ന് പഠിച്ചെടുത്തതാണ്. അപ്പോൾ അതാണ് എൻ്റെ കഥ. ഇതുപോലെ ഈ സ്കൂളിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ വന്ന് നിൽക്കുന്ന ആളുകളും മുഴുവൻ ആളുകളും എല്ലാവർക്കും ഓരോ കാര്യങ്ങളും ഈ സ്കൂളിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറയാനുണ്ടാവും. ആർക്കും വന്ന് സംസാരിക്കാൻ കഴിഞ്ഞോളന്നില്ല. നമ്മളിപ്പോൾ പല വേദികളിലും സംസാരിക്കുന്ന ആളുകളായിരിക്കും. ഞാനൊക്കെ പല വേദികളിൽ കയറാൻ, പക്ഷേ ഈ വേദിയിലേക്ക് കയറുന്ന സമയത്ത് ഒരു പേടിയുണ്ടാവും. അത് നമ്മൾ ടീച്ചർമാരൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ. അതുപോലെ ഇന്നത്തെ ദിവസം നമ്മൾ ടീച്ചേഴ്സും അതുപോലെ തന്നെ പഴയ കാലം 25 വർഷം മുന്നേ ഉള്ള നമ്മളെ പെരുവേൽ സെൻറ്റ് സേവിയേഴ്സ് UP സ്കൂളിലെ കുട്ടികളായിട്ട് ഇന്നത്തെ ഒരു ദിവസം മാറുക. എന്നിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് പഴയ കാല ഓർമ്മകളൊക്കെ ഓർത്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായി വരണതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നമുക്ക് അടുത്ത സെക്ഷനിൽ എപ്പോഴെങ്കിലും ഇത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോ പറയാൻ വിചാരിച്ചിട്ടാണ് വരിക. പണ്ടൊരു പ്രഭാഷകൻ പ്രസംഗിക്കാൻ പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് പോയി തിരിച്ചു വന്നപ്പോൾ ഭാര്യ ചോദിച്ച്, അല്ല ഇന്നത്തെ പ്രഭാഷണം എങ്ങനെ ഉണ്ടായിരുന്നു? അന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ 3ാമത്തെ പ്രസംഗം ഉഷാറായിന്. അന്ന് ഭാര്യ ചോദിച്ചു, 3ാമത്തെ പ്രസംഗം? നിങ്ങൾ ഒരു പ്രസംഗമല്ലേ പറഞ്ഞിട്ടുള്ളൂ, 3 പ്രസംഗമൊക്കെ പ്രസംഗിച്ചോ? ഇല്ല, ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞാൻ പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്. കാരണം ഞാൻ മനസ്സിൽ കാറൊന്ന് ആലോചിച്ചൊരു പ്രസംഗം, അത് 1ാമത്തെ പ്രസംഗം. 2ാമത്തെ പ്രസംഗം ഞാൻ അവിടെ പ്രസംഗിച്ച പ്രസംഗം. പിന്നെ 3ാമത്തെ ഒരു പ്രസംഗമുണ്ട്, പ്രസംഗിച്ച് പോരുമ്പം പറയാമായിരുന്നു എന്ന് വിചാരിച്ചൊരു പ്രസംഗം. അതാണ് ഏറ്റവും നല്ല പ്രസംഗം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ടീച്ചേഴ്സും പറഞ്ഞു, ഈ മൈക്കിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പഠിച്ചതൊന്നും ഓർമ്മ ഉണ്ടാവില്ല, ചിലപ്പോൾ എന്തൊക്കെയോ പറയണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും പല. അതൊന്നും നിങ്ങൾ പ്രശ്നമാക്കണ്ട, ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ കയറിയ സമയത്ത് തന്നെ എനിക്ക് പ്രസംഗിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മുന്നിലുള്ള സഹപാഠികളൊക്കെ കാണുമ്പോൾ അവിടെ നടന്നോളും. ഏതായാലും ഇത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ പരിപാടി നമ്മൾ 25 വർഷങ്ങൾക്ക് ശേഷം ഞാനൊക്കെ വിചാരിച്ച പല ക്ലാസ്സിലും പഠിച്ചതിനോട് ഇത്രയും ക്ലാസ്സിൽ പഠിച്ചിട്ട് ഒരൊറ്റ ഗെറ്റുഗദറിന് പോലും പങ്കെടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചു. കാരണം നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ആ ക്ലാസ്സുകളിലൊന്നും ഒരു ഗെറ്റുഗദറും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ പല ദിവസം പ്രാവശ്യമായിട്ട് ഇങ്ങനെ ആലോചിക്കും, ഓരോ പരിപാടികൾ നടക്കുമ്പോൾ നമ്മളെ കൂടെ പഠിച്ച കുറേ ആളുകളുണ്ടല്ലോ, ഇവരൊക്കെ എവിടേക്കും ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഒരു സുപ്രഭാതത്തിൽ ഇതേപോലെ ഹർഷ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. അതിൽ തുടക്കത്തിൽ തന്നെ ഞാനൊക്കെ ആ ഗ്രൂപ്പിലേക്ക് ആഡായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി, ഇതൊരു വെറും ഒരു പരിപാടിയായി നമ്മളിവിടെ ഒരു കൂടിച്ചേരലായി ഒരു ഭക്ഷണം കഴിച്ച് പിരിയലായി മാറരുത്. നമ്മളെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് സഹായമായിട്ട് അതുപോലെ നമുക്ക് ആ ഗ്രൂപ്പ് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമുക്കെല്ലാവർക്കും മുന്നോട്ട് പോകണം. അതിൽ നമുക്ക് പ്രവാസികളായിട്ടുള്ള ആളുകൾ അവരെ നമ്മൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റില്ല. കാരണം ഈ പരിപാടിക്ക് ഒരിക്കലും അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല, ഇവിടെ വരാൻ പറ്റില്ല, ടീച്ചേഴ്സിനെ കാണാൻ പറ്റില്ല, സഹപാഠികളെ കാണാൻ പറ്റില്ല. എന്നിട്ടും ഏറ്റവും കൂടുതൽ എനിക്കറിയാം, ഫസ്റ്റ് മീറ്റിംഗ് നമ്മൾ വിളിക്കുന്ന സമയത്ത് പ്രവാസിയായിട്ടുള്ള ലിനീഷ്, നമ്മളൊരിക്കലും മറക്കാൻ പറ്റില്ല. ലിനീഷാണ് അതിൻ്റെ സമയം കാണുന്നത്, ലിനീഷാണ്. അതുപോലെ എവിടെ നിന്നാണ് മീറ്റിംഗ് വിളിക്കുന്നതെന്ന് പറഞ്ഞത് ലിനീഷാണ്. രാവിലെ മുതൽ വിളി, എവിടെ എത്തി, എന്താണ് മീറ്റിങ്ങിന് എല്ലാവരും എത്തിയോ? അതായത് പ്രവാസിയായിട്ടുള്ളൊരു സുഹൃത്ത് ഇങ്ങനെ ഈ പരിപാടി നടക്കണമെന്ന് അതിയായി ആഗ്രഹിക്കാം. അതുപോലെ നമ്മൾ ഈ ഫണ്ട് പിരിവ് തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ഫണ്ടുമായിട്ട് നമ്മൾക്ക് എന്തിനും സഹായം ചെയ്യാം. ഇന്നലെയും ഗ്രൂപ്പിൽ ഷബീലിനെ പോലുള്ള ആളുകളൊക്കെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ചോദിക്കണം എന്ന് പറഞ്ഞ് വന്ന പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ. അടുത്ത പ്രാവശ്യമൊക്കെ പരിപാടി നമ്മൾ ചെറിയൊരു പരിപാടിയാണ്, അടുത്ത ഗംഭീരമായിട്ടുള്ള ഒരു ഷക്കീർ അവിടുന്ന് ആഗ്യം കാണിക്കേണ്ട എന്നെക്കുറിച്ച് പറയുന്നത് ജനൽ കൂടെ ഷക്കീറിനെ കുറിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട്, ഷക്കീർ ഈ പരിപാടി തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ
ഈ ഇതിന് വേണ്ടിയിട്ട് ഓടി നടന്ന് ഈ പരിപാടി ഇത്രയും ഗംഭീരമാക്കുന്നതിൽ മുന്നിൽ നിന്ന് നയിച്ച ആളാണ്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് ഇതിന് മുന്നുള്ള ആളുകൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള പരിപാടികൾ അതിഗംഭീരമായിട്ടുള്ള പരിപാടി നടക്കണം. അതുപോലെ അതിൽ നമുക്കെല്ലാവർക്കും പങ്കെടുക്കുന്നതോടുകൂടെ ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആളുകളും കൂടി നമ്മൾ പങ്കെടുക്കണം. ഇതിൻ്റെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിക്കപ്പെടണം. അതൊക്കെ നമ്മൾ കൂട്ടമായിട്ടുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ട് ഇനി മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസ അർപ്പിച്ചുകൊണ്ട് വെക്കുന്നു. ഈ പ്രിൻസി പറഞ്ഞ പോലെ എനിക്ക് മൈക്കിൻ്റെ മുന്നിൽ വന്നാൽ സംസാരിക്കണമെന്ന് അറിയില്ല, ഒരു വിറയലാണ്. അപ്പോൾ മാഷ്മാരെ കാണാൻ പറ്റിയാലും എൻ്റെ സുഹൃത്തുക്കളെ കാണാൻ കഴിഞ്ഞാൽ നല്ല സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. തങ്കമ്മ ടീച്ചറെ, ലതിക ടീച്ചറൊക്കെയാണ് പെട്ടെന്ന് മനസ്സിലേക്ക്, എല്ലാവരും അറിയാൻ ഓർമ്മയുണ്ട്, പെട്ടെന്ന് വരിക. ഓരോ അടീൻ്റെ ആ ഇത് സ്കെയിൽ വെച്ച് അടിക്കുന്നതൊക്കെ മറക്കാൻ കഴിയില്ല. അതുപോലെ തങ്കമ്മ ടീച്ചർ വരരുതേന്ന് പ്രാർത്ഥിച്ച ദിവസങ്ങളൊക്കെ ഉണ്ട്, ഞാൻ എടുത്തു പറയാലോ. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഇത് ഹർഷ ഞങ്ങളെ ഗ്രൂപ്പ് കൊണ്ടുവന്നപ്പോൾ ഇത്ര അങ്ങനെ മുന്നോട്ട് പോകുന്നോ, പിന്നെ ഇത്ര എൻജോയ് ചെയ്ത് ഞങ്ങൾ പോകാൻ കഴിയുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ഫസ്റ്റ് ഞാൻ ലെഫ്റ്റ് അടിച്ച് പോയ ആളാണ് ഗ്രൂപ്പിൽ നിന്ന്. എന്താ വെച്ചാൽ ആർക്കും പരിചയമല്ല. പിന്നെ നിതാപൊന്നി അങ്ങനെ എൻ്റെ 1-2 ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഗ്രൂപ്പിലേക്ക് ആക്റ്റീവ് ആവണം, എല്ലാവരും അറിയും എന്നൊക്കെ പറഞ്ഞു. പിന്നെ എല്ലാവരും ഫോട്ടോസ് കണ്ടപ്പോൾ അങ്ങനെ മുഖങ്ങളൊക്കെ ഓർമ്മ വരാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ പ്രത്യേക ഗ്രൂപ്പൊക്കെ തയ്യാറാക്കി. പിന്നെ എല്ലാവരും ജസ്റ്റ് പറഞ്ഞ പോലെ കോമഡികളാണ് ഗ്രൂപ്പ്. അതിൽ ഏറ്റവും എന്താ എൻജോയ് ഞങ്ങളെ ചെയ്യിപ്പിക്കുന്നത് പിന്നെ ഷക്കീറാണ്. അത് പറയാതെക്കാൻ വയ്യ, അത്രയും ഗ്രൂപ്പ് എൻജോയ് ആക്കുന്നത്. പിന്നെ ഹാറൂണിൻ്റെ ഒക്കെ കോമഡി വെച്ചാൽ ഇവിടെ ഇപ്പോൾ പറയാൻ പറ്റില്ല, അത്രയും ഭയങ്കര എന്താ പറയുക. രാത്രി 12 മണി 1 മണി വരെ എല്ലാവരും ഗ്രൂപ്പിലാണ്, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും ആവുന്നു നിങ്ങളെ കണ്ടുപിട്ടി ഇത്ര എൻജോയ്. ഒരുപാട് ക്ലാസ് പഠിച്ച ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, പക്ഷേ ഇത്ര എൻജോയ് ചെയ്ത ഗ്രൂപ്പ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ സന്തോഷമുണ്ട്, എല്ലാവരും കാണാൻ പറ്റിയ ഒരിക്കൽ കൂടി സന്തോഷം അറിയിക്കുകയാണ്. നന്ദി. മുഴുവനായിട്ട് ഓർമ്മയില്ല, ഏകദേശം ഒരു 2 വരി ഞാൻ ഇവിടുന്ന് പാടുകയാണ് മാഷ ഓർമ്മയിലേക്ക് വേണ്ടി. ആദരാഞ്ജലികൾ 1000 പുഷ്പഹാരങ്ങൾ നമ്മളിന്നൊന്നായി നൽകാം യാത്രമംഗളങ്ങൾ. സ്മരണയിലുണരുന്നു സ്നേഹസുന്ദര നിമിഷങ്ങൾ. വിട നൽകാനായൊരുങ്ങി നിൽക്കും വിരഹ നിമിഷത്തിൽ. ഇത് സാറ് എഴുതിയ കവിതയാണ്. ഇതിൻ്റെ സംഗീതം കൊടുത്തത് പോളേട്ടനായിരുന്നു. നമ്മുടെ പ്യൂണായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള പോളേട്ടനാണ് ഇതിൻ്റെ സംഗീതം കൊടുത്തത്. അപ്പോൾ സാറിൻ്റെ ഒരു ഓർമ്മയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അത് പറഞ്ഞതാണ്. അതുപോലെ തന്നെ തങ്കമ്മ ടീച്ചറെ ക്ലാസ്സിലാണ് ഞാൻ പഠിച്ചത്. അതുപോലെ തന്നെ വസന്ത ടീച്ചറെ ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ടെസ് ടീച്ചറെ ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയക്കുറവിലും ഞാൻ എൻ്റെ ഒരു ഓർമ്മ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മാഷുമാരെയും ടീച്ചർമാരെയും ആദരിക്കാൻ വേണ്ടിയിട്ട് മൊമെൻറ്റും പൊന്നാടയും അണിക്കേണ്ടതുണ്ട്.
പേരും പേര് മറന്നിട്ടില്ല. പക്ഷെ എന്നെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല. ടീച്ചർമാർക്ക് ആൻ്റെ മാഷ്ക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇന്നെ ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് കുറേ ആൾക്കാരൊന്നും എനിക്ക് ഓർമ്മയുണ്ട്. കുറേ ആൾക്കാരെ ഞാൻ ഓർത്തെടുക്കുകയാണ് ഇപ്പം. പക്ഷെ എൻ്റെ ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷമാണ്. പിന്നെ എന്താ പറയുക, ഇവിടെ എത്തിയാന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അവിടെ കുറേ കാര്യങ്ങൾ ആലോചിച്ചതാണ്. പിന്നെ എല്ലാവരും രാവിലെ മുതൽ ഇരുന്ന് ചടച്ചുകൊണ്ട് ഞാനൊരു സന്തോഷം അറിയിക്കാൻ വേണ്ടി മാത്രം ഇവിടെ കയറിയതാണ്. പിന്നെ ടീച്ചേഴ്സിനെ കണ്ട് സന്തോഷം കൂടി പറയാൻ വേണ്ടി കയറിയത്. രക്ഷിതാക്കളൊക്കെ കൂടി താമസിക്കുന്ന നമ്മളിവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന നേരം ഈ ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് ഇവിടുത്തെ ചെറുപ്പയിൽ ഒരു അനാഥ മന്ദിര കുട്ടികളുണ്ട്. അവർക്ക് ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഭക്ഷണം നൽകുന്നുണ്ടെന്നുള്ള വിവരം ടീച്ചർമാരെ അറിയിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട് അവർക്കൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതിൽ. ഇനി ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും സംസാരിക്കാൻ, ആണുങ്ങളെ കൂട്ടത്തിൽ നമ്മുടെ ബോയ്സിൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ഒന്നും പ്രത്യേകിച്ച് പ്രിപ്പയർ ആയിട്ടൊന്നുമില്ല. ഈ ഒരു പരിപാടി ഇവിടെ അവതരിപ്പിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയ അധ്യാപകർ, പിന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെന്നൊന്നും ഇപ്പോൾ പറയില്ലല്ലോ. ഇപ്പം നമ്മൾ ചങ്കുകൾ എന്നാ പറയലല്ലേ, ചങ്കുകൾ എന്നല്ലേ പറയല് പരസ്പരം അല്ലേ. എൻ്റെ പേര് സുജിത്ത് എന്നാണ്. ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊവൻറ്റേഴ്സറായി വർക്ക് ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ സ്കൂളിനെ പറ്റി ഓർക്കുമ്പോൾ പറഞ്ഞാൽ ഞാൻ ചെറുളത്തൂർ സ്കൂളിൽ നിന്ന് 4ാം ക്ലാസ്സിൽ നിന്നാണ് ഈ സ്കൂളിലേക്ക് വരുന്നത്. പെരുവേലി സ്കൂളിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആദ്യമായിട്ട് ബസ് കയറാൻ കിട്ടിയൊരു അവസരമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കുറഞ്ഞ ദൂരമാണെങ്കിലും ബസ്സിൽ കയറുക എന്ന് പറയുന്നത് വലിയ സന്തോഷം. ആദ്യത്തെ ദിവസം നമ്മൾ ബസ് കയറി ഇവിടെ വന്ന് സ്കൂൾ വരുമ്പോൾ ഭയങ്കര പേടി. കാരണം ചെറുളത്തൂർ സ്കൂളിൽ നിന്ന് നേരെ വ്യത്യസ്തമായ ഒരു മേഖല, വേറൊരു സ്കൂള്. കാരണം എല്ലാത്തിനും ഒരു നിയന്ത്രണം. ചെറുളത്തൂർ സ്കൂൾ നിയന്ത്രണങ്ങളില്ലേ, നമ്മൾ ഓടിക്കളിക്കായിരുന്നു. ഇവിടെയൊക്കെ നിയന്ത്രണം. പിന്നെ ചൂരലായിട്ടും ടീച്ചർമാർ, ആൻഡോ മാഷ് ഞാൻ ആദ്യമൊക്കെ കാണുന്നത് കയ്യിൽ ചൂരലായിട്ടാണ്. അങ്ങനെ ഒരു മാഷെ കണ്ടപ്പോൾ തന്നെ പേടി. സനൽ മാഷ്, ഇവരൊക്കെ ഇങ്ങനെ പേടിയാണ്. അതപ്പം എന്നെ ആദ്യമായിട്ട് 5ാം ക്ലാസ്സിൽ ലതിക ടീച്ചറുടെ ക്ലാസ്സിലേക്കാണ് ഇരുത്തുന്നത്. 5D ആണെന്ന് എൻ്റെ വിശ്വാസം. 5D അല്ലേ, 5C ലതിക ടീച്ചറുടെ ക്ലാസ്സിലാണ്. ലതിക ടീച്ചർ 1-2 ചോദ്യങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ചോദിച്ചു. എനിക്ക് ഉത്തരം കിട്ടിയില്ല. കിട്ടേണ്ടത് കണ്ടോടെ കിട്ടി. ഇങ്ങനെ വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ സംഭവം. ഇനി പണ്ടല്ല നമ്മൾ ഹൈഫൈ കൊടുക്കാൻ്റെ പോലെ ഇങ്ങനെ വെപ്പിച്ചിട്ട് എന്ത് ചെയ്തും അടുത്തത് അടിയാണ്. ആ സ്കെയിലിൻ്റെ അടി. ഞാൻ ടീച്ചറെ ക്ഷണിക്കാൻ പോയത് ഞാനായിരുന്നു. അതുകൊണ്ട് ഞാൻ ടീച്ചറോട് പ്രത്യേകം പറഞ്ഞു, ടീച്ചറെ ആദ്യമായി എനിക്ക് അടി കിട്ടുന്ന ടീച്ചറോടാണ്. ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെയുള്ള ഓരോ ടീച്ചർമാരും പ്രത്യേകം അവർ ആദ്യം നമ്മളെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവരുള്ള സ്നേഹം, നമുക്ക് ഒരുപാട് സ്നേഹമായിരുന്നു. അവർക്ക് നമ്മോട് ഭയങ്കര സ്നേഹം, ഒടുക്കത്തെ സ്നേഹം അല്ലേ ടീച്ചർമാരെ? ഇപ്പോൾ സ്നേഹമല്ലേ? ഞാൻ രാധാമണി ടീച്ചറെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. ഞാൻ ആദ്യം 2009 പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോ രാധാമണി ടീച്ചറെ ഹസ്ബൻഡ് SP ആണ്, റിട്ടയർഡ് SP. ഞാൻ സാറോട് 1-2 വാക്ക് പറഞ്ഞു. സാർ എന്നോട് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, വാട്ട് ഈസ് ഇൻ്റലിജൻസ് എന്ന്. ആ ഗ്രൂപ്പിൽ പലപ്പോഴും ചർച്ച വന്നു, വാട്ട് ഈസ് ഇൻ്റലിജൻസ്. സക്കീറിനോടാണ് ചോദിച്ചത്. ആ വഴിക്ക് സക്കീർ പോയതിന് ശേഷം ഇതുവരെ ഇൻ്റലിജൻസിന് ഉത്തരം കിട്ടിയില്ല. പിന്നെ ഒരു ചെറിയ അനുഭവം എന്ന് പറയാനുള്ളത്, ഈ സാധാരണ തങ്കം ടീച്ചർ അടിക്കും. എനിക്ക് അങ്ങനെ അടി ലതിക ടീച്ചറോട് കിട്ടിയതിന് ശേഷം വലിയ അടിയൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ പഠിക്കുന്ന കുട്ടിയായി. അതപ്പം ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശ്രീജിൽ ഇന്ന് വന്നിട്ടില്ല, ശ്രീജിൽ മല്ലിശ്ശേരി എന്ന് പറയും, മഞ്ഞോടിയുള്ള. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ദിവസം ടീച്ചർ ഒരു ഹോംവർക്ക് തന്നു, ഞാൻ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ചെയ്യാതിരിക്കുന്നത്, എല്ലാ ദിവസവും ചെയ്യുന്നതാണ്. അന്ന് ശ്രീജിൽ പറഞ്ഞു, പേടിക്കണ്ട, വരുന്ന വഴിക്ക് അവിടെ ഒരു കുണ്ടുണ്ട്, അവിടേക്ക് ഒരു കല്ലെടുത്തിരുന്നാൽ ഇടയ്ക്ക് അന്ന് അടി കിട്ടൂലായിരുന്നു. ഒരു കാട് അറിയോന്നറിയില്ല, അതിലെ വരുന്ന എല്ലാവരും പറയും ആ കാട്ടിലേക്ക് കല്ലെടുത്തിരുന്നാൽ പേടിക്കാല്ല, എനിക്ക് അടി കിട്ടൂലാന്ന്. ജീവിതത്തിൽ ആദ്യമായിട്ട് അടക്കി കൂട്ടിലേക്ക് കല്ലെറിഞ്ഞു. അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് തങ്കമണി ടീച്ചറോടും അടി കിട്ടി. ഇതാണ് എൻ്റെ അനുഭവങ്ങൾ എന്ന് പറയാനുള്ളത്. അതിനുശേഷം ഞാൻ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തങ്ക ടീച്ചറോട് ഞാൻ എല്ലാ ടീച്ചർമാരും എനിക്ക് എൻ്റെ അമ്മമാരെയും എൻ്റെ ടീച്ചറിൻ്റെ ഗുരുക്കൾ തന്നെയാണ്. പക്ഷേ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നത് തങ്കമണി ടീച്ചറെയാണ്. കാരണം തങ്ക ടീച്ചറെ ഞാൻ നേരിട്ട് പോയി ക്ഷണിക്കാൻ തന്നെ കാരണമുണ്ട്. സക്കീറിനോട് ഞാൻ പറഞ്ഞു, തങ്ക ടീച്ചർ ക്ഷണിക്കുമ്പോൾ ഞാൻ വരണം, ഞാൻ എന്തായാലും ഉണ്ടാവും. കാരണം കണക്ക് എനിക്ക് ഭയങ്കര പേടിയാണ്. കണക്കിനെ ഞാൻ ഒരുപാട് പേടിച്ച ആളാണ്. ഈ കണക്കിനെ പേടിച്ച് എന്നെ കണക്കിനെ മാറ്റിമറിച്ച ഒന്ന് ലതിക ടീച്ചറായിരുന്നു ആദ്യഘട്ടത്തിൽ. പക്ഷേ അതിൻ്റെ പേടി പൂർണ്ണമായിട്ട് എനിക്ക് മാറ്റി തന്നത് തങ്കമണി ടീച്ചറാണ്. ഈ തങ്കമണി ടീച്ചർ എന്നെ പഠിപ്പിച്ച് ആ 7ാം ക്ലാസ് ശരിയാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ഭാഗ്യം കൊണ്ടോ ഇനി എൻ്റെ രക്ഷിതാക്കളുടെ ഭാഗ്യം കൊണ്ടോ അറിയില്ല, MScയിൽ ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി മാത്സ് പാസ്സായിരിക്കുന്ന വ്യക്തിയാണ്. അതിനുശേഷം വേറൊരു പ്രത്യേകതയുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആൺകുട്ടികൾ, രക്ഷിതാക്കൾ എന്ന് പറയുന്നത് നമ്മളെ കൂട്ടർ, അവരെ മക്കൾക്കൊന്നും എൻ്റെ മോൻ്റെ പ്രായമായിട്ടുണ്ടാവില്ല നിലവിൽ. കാരണം എൻ്റെ മോൻ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലാണ്. ഇവിടെ അത്രയും മൂത്ത മക്കളുള്ള അച്ഛന്മാരാരും ഇല്ലാന്ന് തോന്നുന്നു. കാരണം 21 വയസ്സ് കഴിയുമ്പോൾ ഞാനങ്ങ് കെട്ടിയെന്ന് പറഞ്ഞുകൂടാ, തൊട്ടടുത്ത് തന്നെ കെട്ടി.
ഈ കെട്ടാനൊക്കെ പഠിക്കാനൊക്കെ കാരണമായത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കുറച്ച് ഈ അധ്യാപകരുടെയൊക്കെ എന്താ പറയുക, നമ്മളെ സ്നേഹം, അവർ പഠിപ്പിച്ച ലാളിത്യം, ഇതൊക്കെ നമ്മൾ ഇപ്പോഴും ഞാൻ കൊണ്ട് നടക്കുന്നുണ്ട്. ലതിക ടീച്ചർ പറഞ്ഞോണം, വേദികൾ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് മുതലേ പേടിയായിരുന്നു. വേദി കാണുമ്പോൾ തന്നെ മൈക്ക് കാണുമ്പോൾ ബോധം കെട്ട് വീഴുന്നില്ലേ, അതേ അവസ്ഥയായിരുന്നു. പക്ഷേ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോയിൻ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, സർക്കാരിൻ്റെ വിമുക്തി എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്, നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് അതിൽ ജോയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ ഒരു പരിപാടിക്ക് കൊണ്ട് നിയോഗിച്ചു. എന്നിട്ട് വേദികളിലൊക്കെ ക്ലാസ് എടുക്കാൻ നിയോഗിച്ചു. ഭാഗ്യം കൊണ്ട് ക്ലാസ്സുകളൊക്കെ എടുത്ത് പോകുന്നുണ്ട്. പിന്നെ ബാക്കി അനുഭവങ്ങളൊന്നും പറയാനുള്ള ഓരോ ടീച്ചർമാരോടും എൻ്റെ ബെഞ്ചിൻ്റെ പേരിൽ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്താണ്. ആൻഡോ മാഷൊക്കെ ഞാൻ കാണാറുണ്ട്. ആൻഡോ മാഷൊന്നും എന്നെ അറിയാത്തതുകൊണ്ടാണ്. മെരി ടീച്ചറും ആൻഡോ മാഷും ഒക്കെ ഞാൻ കാണാറുണ്ട്. നമ്പൂരി മാഷെ കാണാറുണ്ട്. ഇവരൊക്കെ ഞാൻ ഇടയ്ക്ക് എവിടെയെങ്കിലും വന്ന് കാണാറുണ്ട്. തീരെ കാണാൻ പോവാത്ത ടീച്ചർമാരെയൊന്നും ഞാൻ തീരെ കാണാതെ ഇന്ന് ക്ഷണിക്കാൻ മാത്രം പോയ ടീച്ചർ എന്ന് പറയുന്നത്, ബാക്കിയുള്ള ടീച്ചർമാരെയൊന്നും ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ലതിക ടീച്ചറെ കണ്ടപ്പോൾ ലതിക ടീച്ചർ ആകെ സ്റ്റൈല് മാറി. അതിനാൽ ലതിക ടീച്ചർ ചോദിച്ചു, ടീച്ചർ ഇതെന്താ വെള്ള കളറ് മുടിയിലൊക്കെ? ഞാൻ ആദ്യം വിചാരിച്ചു വെളുപ്പിച്ചാന്ന്. അത് എന്നോട് പറഞ്ഞ് അതൊരു എളുപ്പവഴിയാണ്. ഈ എളുപ്പവഴി എന്ന് പറയുന്നത് എന്താ അറിയോ, മുടി വെട്ടിയാലേ മൊത്തം മുട്ടയടിച്ച് കഴിഞ്ഞാൽ പിന്നെ വെട്ടാൻ പോകണ്ടാന്ന് കുറച്ച് കാലത്തേക്ക്. അതാ പോലെ ടീച്ചർ കണ്ട എളുപ്പവഴി. കുളിക്കാനൊക്കെ സുഖം, തല തോർത്താനൊന്നും ഇങ്ങനെ ആക്കി വെച്ച് പോയാൽ മതി എന്നാണ് പറഞ്ഞത് ടീച്ചറിനോട്. പിന്നെ ലതിക ടീച്ചർ നമ്മൾ കാണുമ്പോൾ എന്നല്ല, അവിടെ ടീച്ചർക്ക് മാത്രം കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ ടീച്ചറെ? കുറച്ച് എന്തോ ഒരു യോഗയോ ആരാണത്? അടുത്ത വീട്ടിലെ കുട്ടികൾ. ടീച്ചറവിടെ ഒറ്റയ്ക്കാണെങ്കിലും ടീച്ചർക്ക് കൂട്ടായി 5 മണി മുതൽ തൊട്ടടുത്ത ഫ്രണ്ട്സുകളുണ്ട് അല്ലേ? അതപ്പം എല്ലാവരോടും പ്രത്യേകം നന്ദി പറയാൻ മറന്നു. ഈ ഹർഷനോട് പ്രത്യേകം നന്ദി പറയാണ്. കാരണം ഒരുപാട് ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരു കൂട്ടായ്മ ഇതുവരെ ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത്. അതിന് പ്രത്യേകം നന്ദി പറയാം. കാരണം ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ഇതിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പല്ല, നമ്മളെ കുടുംബമാണ്. പരസ്പരങ്ങൾ പ്രശ്നങ്ങളൊക്കെ പറയാൻ പറ്റിയ ഏറ്റവും നല്ല വിഷയം അല്ലേ? എന്ത് പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് അവിടെ അല്ലേ? ഇല്ലേ? ഈ മൈക്കിനെ കണ്ട് പേടിച്ച ഞാൻ ഈ മൈക്കിൽ കയറി സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇത്ര പേടി? എന്താ ഇവിടെ മൈക്കിനെ പേടിക്കേണ്ടത്? പേടിക്കണ്ട. നമ്മൾ പഴയ 7ാം ക്ലാസ്സുകാരാ. എൻ്റെ മകനെ 7ാം ക്ലാസ്സാണ്. ഞാൻ അവനോട് പറഞ്ഞു 7ാം ക്ലാസ്സിലെ സംഗമത്തിനാന്ന് ചോദിച്ചപ്പോൾ അവനൊരു പുച്ഛാണ്. ഓനെ ഞാൻ ഫോട്ടോകളൊക്കെ കാണിച്ചു കൊടുത്തു. നമ്മളെ ടീച്ചർമാരെ ഫോട്ടോ എടുത്ത് പോകാൻ പറയണേ, അയ്യേ എൻ്റെ ടീച്ചറൊക്കെ നല്ല ഭംഗിയുള്ളതാണ്. അത് ഞാൻ പറഞ്ഞു, എൻ്റെ ടീച്ചർമാരും ആ കാലത്ത് നല്ല ഭംഗിയുള്ളവരായിരുന്നു എന്നോ അവനോട് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. നമ്മളെ ടീച്ചർമാരെ നേരിട്ട് കിട്ടിയ അവസരമാണ്. ഞാൻ അവരെ ചീത്ത പറയാനുണ്ടെങ്കിൽ ചീത്ത പറയാം. എന്തായാലും അവരെ എഴുന്നേക്കാൻ വരുന്ന ഒരു ഡിസ്റ്റൻസ് ഇപ്പോൾ കിട്ടും ഇവിടുന്ന് ഓടാൻ. അതുപോലെ ഓക്കെ. എന്നപ്പോൾ എല്ലാവരോടും നന്ദി, ടീച്ചർമാരോടൊക്കെ നന്ദി പ്രത്യേകം പറയുന്നു. സ്നേഹാദരവുകൾ നിറഞ്ഞ ഗുരുനാഥന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളെല്ലാവരും ഇവിടെ സുന്ദരമായ ഒരു നിമിഷത്തിലാണ് കടന്നു പോകുന്നത്. 25 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സ്കൂളിൻ്റെ തിരുമുറ്റത്തിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളത്, നമ്മളാരും ഒറ്റക്കല്ല എന്നാണ്. കാരണം നമ്മളൊരു വലിയ കൂട്ടായ്മയാണ്. നമുക്കറിയാം, നമ്മളെ ഈ ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാൻ യാദൃശ്ചികമായി ഒരു സർവേയുടെ ഭാഗമായി എൻ്റെ ആ ഏരിയയിലുള്ള ഞങ്ങളെ വാർഡിലെ കൽപ്പള്ളി വാർഡിൽ പാടത്തുകണ്ടി ഭാഗത്ത് പോയപ്പോൾ രാധികനെ കണ്ടുമുട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല നീ എങ്ങനെ ഇവിടെ ചോദിച്ചപ്പോൾ എന്നെ ഇങ്ങോട്ടാണ് കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞു. ഓക്കെ, എന്നെ ഓർമ്മ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പെരുവേൽ സ്കൂൾ പഠിച്ചതല്ലേ, എനിക്ക് തന്നെ നല്ല ഓർമ്മ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെരുവേൽ സ്കൂൾ പഠിച്ചതാണ്. അപ്പോൾ ഞാൻ അന്ന് പഠിച്ച ആരും നമ്മൾ കാണാറില്ല, എന്നെ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി എന്നൊക്കെ അവളോട് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞ്, ഞാൻ ഹർഷനെ കാണാറുണ്ട്, ടീച്ചർമാരെ കാണാറുണ്ടോ എന്ന് ചോദിച്ച്. അപ്പോൾ കുറേ ടീച്ചേഴ്സിൻ്റെ പേരൊക്കെ പറഞ്ഞ് എവിടേക്കൊക്കെ കാണാറുണ്ട്, എന്നാലും എല്ലാവരെയും ഒന്നും കാണാറില്ല, കുറച്ച് കുട്ടികളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അതിൻ്റെ മുമ്പ് പ്രിൻസിയെ ചെറൂപ്പ വെച്ചിട്ട് കണ്ടുമുട്ടീനി. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ ഒരാഴ്ച മുമ്പ് പ്രിൻസിനെ കണ്ട്, അവൾ മാവൂർ പോലീസ് സ്റ്റേഷനിൽ പോലീസാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓള് പറഞ്ഞു, ജിഷേനെ എനിക്ക് പരിചയമുണ്ട്, പിന്നെ വേറെ 2 കുട്ടികളെ പറഞ്ഞു, ഹർഷനെ പരിചയമുണ്ട്, വിഗീതനെ പരിചയമുണ്ട്, അവരൊക്കെ ആയിട്ട് കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. ഒരു ഗ്രൂപ്പ് തുടങ്ങിയാൽ എനിക്കറിയാവുന്ന കുട്ടികളെ എനിക്ക് ചേർത്താം, അങ്ങനെ എനിക്കറിയാവുന്ന കുട്ടികളെ എനിക്ക് ചേർത്താന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് രാധിക എന്നെ ഓളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നത്. അപ്പം അതിൽ ആകെ 3 കുട്ടികളല്ലേ ഉള്ളത്, 3-4 കുട്ടികളാണുള്ളത്. രാധികയാണ് എന്നെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നത്.
ഞാൻ ഉടനെ തന്നെ എൻ്റെ കയ്യിലുള്ള പ്രിൻസിനെ അതിൽ ആഡ് ചെയ്ത്, പിന്നെ നൗഷത്ത്, റഹ്മത്ത്, അങ്ങനെ കുറേ കുട്ടികളെ ഞാൻ ആഡ് ചെയ്ത്, പിന്നെ ലത്തീഫ് എൻ്റെ ബ്രദർ തന്നെയാണല്ലോ, ഓനെ ഞാൻ അതിൽ ആഡ് ചെയ്ത്, അങ്ങനെയാണ് ആ ഗ്രൂപ്പ് വളർന്ന് 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 ഇപ്പോൾ ഒരു മഹാഗ്രൂപ്പായിരുന്നു. 160 ആളുകളുള്ള ഗ്രൂപ്പായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, ഈ ഗ്രൂപ്പിൽ SLCക്ക് നമുക്ക് ഗ്രൂപ്പുണ്ട്, +2 നമുക്ക് ഗ്രൂപ്പുണ്ട്, ഡിഗ്രി പഠിച്ചിട്ടുണ്ട്, ഡിഗ്രിക്ക് നമുക്ക് ഗ്രൂപ്പുണ്ട്. പക്ഷേ ഇത്രയും നിഷ്കളങ്കമായ ഒരു ഗ്രൂപ്പ്, എല്ലാ സ്വാതന്ത്ര്യങ്ങളോടുകൂടിയും സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇത് തന്നെ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് അതാണ് കേട്ടോ. അത്രയും ഇൻട്രസ്റ്റോടു കൂടിയാണ് ഈ ഗ്രൂപ്പ് പോകുന്നത്. നമ്മൾ ആരും SLC ആയി +2 ഗെറ്റ് ടുഗദറൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നത് നമ്മളെ പെരുവേൽ സ്കൂൾ തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ പേര് നുസൈബാണ്. ഞാൻ 5C ലതിക ടീച്ചറെ ക്ലാസ്സിലായിരുന്നു. 6Bയിൽ വസന്ത ടീച്ചറെ ക്ലാസ്, 7C തങ്കമണി ടീച്ചറെ ക്ലാസ്. ടീച്ചർക്ക് എന്നെ അറിയോന്നറിയില്ല, ഞാനും എൻ്റെ കാക്ക ലത്തീഫും ഒരു ക്ലാസ്സിലേനി. പെരും തല്ലേനി, അതാ എന്നും അടിയായിരുന്നു. അതുകൊണ്ട് ടീച്ചർ എന്നെ മറക്കൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറക്കൂലല്ലോ. 2 ആളും ഒരു ക്ലാസ്സിലേനി, എന്തെങ്കിലും അടി ഞങ്ങൾ ഉണ്ടാക്കലുണ്ട്. അങ്ങനെയാണ്. ഇപ്പോൾ ലതിക ടീച്ചറെ പറയാനുള്ളത്, ക്ലാസ്സിലേക്ക് വന്ന് കായല സ്കൂളിലേനി 4 വരെ, 1 തൊട്ട് 4 വരെ. അങ്ങനെ പെരുവേല സ്കൂളിലെത്തി 5C ജോയിൻ ചെയ്ത്, 5Cന്ന് ലതിക ടീച്ചറെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിന്. എന്താ അറിയില്ല, ഭയങ്കര ഇഷ്ടമായിന് ഇപ്പം എനിക്കൊരു കാര്യം ഓർമ്മ ആവുകയാണ്. എന്താ വെച്ചാൽ, മാർക്ക് നമുക്ക് പരീക്ഷാ പേപ്പർ കിട്ടുമല്ലോ. പരീക്ഷാ പേപ്പർ കിട്ടുമ്പോൾ ടീച്ചർ ഇങ്ങനെ തെറ്റൊക്കെ ശരിയൊക്കെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ശരിയാക്കും, ഇങ്ങനെ ശരിയുള്ളതൊക്കെ ശരിയാക്കും. നമുക്ക് തെറ്റിപ്പോയത് ടീച്ചർ പറയുമ്പോൾ നമ്മൾ പേപ്പറിൽ ശരിയാക്കും. അങ്ങനെ ഒരു മാർക്കിന് ശരിയുള്ളത് ടീച്ചർ തെറ്റിട്ടിനി. അപ്പോൾ ഞാനെന്ത് ചെയ്ത്, ടീച്ചറെ എടുത്ത് കൊണ്ടുപോയി പറഞ്ഞു, ടീച്ചർ ഇത് ശരിയാണ്, അപ്പോൾ ഇത് തെറ്റാണ് ഇട്ടത് പറഞ്ഞു. അപ്പം തന്നെ ടീച്ചർ അത് ശരിയിട്ടെന്നേ. അപ്പോൾ ടീച്ചർ അതിൻ്റെ മുകളിൽ ഞാൻ അതിൻ്റെ മുന്നേ ശരിയാക്കിയത് ടീച്ചർ കണ്ട്, ഇതും ശരിയാണല്ലോ മോളെ എന്ന് പറഞ്ഞ് ടീച്ചർ ശരിയിട്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ടീച്ചറെ അത് ഞാൻ ഇപ്പോൾ ശരിയാക്കിയതാണ്, ഇത് മാത്രമേ ഉള്ളൂ ശരി, മറ്റേ ശരിയാക്കാത്തതാണ്. അപ്പം ടീച്ചർ എന്നോട് പറഞ്ഞു, ആ സത്യത്തിനുള്ള മാർക്കാണ് ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു മാർക്ക് എനിക്ക് ഇട്ട് തന്നു. ഞാൻ ഇപ്പോഴും എൻ്റെ മക്കളോട് ഞാൻ ഇപ്പോഴും പറയും, ലതിക ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ടെങ്കിൽ എനിക്ക് സത്യത്തിന് വേണ്ടി ഒരു മാർക്ക് ഇട്ട് തന്ന ടീച്ചറാണ്. ഞാൻ ഇപ്പോഴും എന്തൊക്കെ വന്നാലും ഞാൻ സത്യമേ പറയാറുള്ളൂ. അങ്ങനത്തെ ടീച്ചർമാരായിരുന്നു പെരുവേൽ സ്കൂൾ ഉണ്ടായിരുന്നത്. പ്രാക്ടിക്കലിൽ കൂടെ സത്യവും തിന്മയും എന്താണെന്ന് തിരിച്ചു പറഞ്ഞു തന്ന ടീച്ചർമാരാണ് നമ്മളെ പെരുവേൽ സ്കൂളിലെ ടീച്ചർമാർ. അപ്പോൾ എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ് ടീച്ചറോട്, അത് ഞാൻ മറക്കില്ല. പിന്നെ തങ്കമണി ടീച്ചറെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഉറക്കത്തിൽ കൂടെ ഗുണനപ്പട്ടിക ചോദിച്ചാൽ പറയും. 7ൻ്റെയും 9ൻ്റെയും ഗുണനപ്പട്ടിക ഭയങ്കര ബുദ്ധിമുട്ടേനി. പക്ഷേ ടീച്ചർ ക്ലാസ് പഠിച്ചതിനെ കൊണ്ട് ആ ഗുണനപ്പട്ടിക ഉറക്കത്തിൽ പോയി വിളിച്ച് ചോദിച്ചാലും നമ്മൾ പറയും. അത്രയും നല്ല രീതിയിലാണ് നമ്മളെ ടീച്ചർമാർ പഠിപ്പിച്ചത്. പിന്നെ എൻ്റെ മോനോട് ഞാൻ പറയൂ, എൻ്റെ മോൻ ഇപ്പോൾ +1 എത്തിയാണ്, പക്ഷേ മോന് ഗുണനപ്പട്ടിക ചോദിച്ചാലും ഒക്കെ കണക്കാണ്. ഞാൻ പറയും, തങ്കമണി ടീച്ചർ ആവേണ്ടി നിങ്ങളൊക്കെ ക്ലാസ് ടീച്ചർമാരെന്ന് ഞാൻ എപ്പോഴും പറയലുണ്ട്. കാരണം ഇപ്പം +2 ഒക്കെ കഴിഞ്ഞാലും ഫുൾ A+ ആ കുട്ടിയൊക്കെ. എനിക്ക് തോന്നുന്നില്ലേ നമ്മൾ അന്നത്തെ 7ാം ക്ലാസ്സിലത്തെ വിദ്യാഭ്യാസം പോലും നമ്മളെ കുട്ടിയൊക്കെ ഉണ്ടെന്ന്. എൻ്റെ മനസ്സിലുള്ളത് പറയാട്ടോ ഞാൻ, എനിക്ക് തോന്നുന്നില്ല. അതായത് 7ാം ക്ലാസ്സിലൊക്കെ നമ്മൾ അത്യാവശ്യം വിവരം ഉണ്ടായിന്, എന്നിട്ടേ ഒരു ജയിപ്പിച്ചിട്ടുള്ളൂ. ഇപ്പോഴത്തെ വിദ്യാഭ്യാസം എന്താ, 1 തൊട്ട് 8 വരെ ഫുൾ പാസ്സല്ലേ. അവിടെ നിന്ന് അങ്ങോട്ടല്ലേ ഇവർ പഠിക്കുന്നുണ്ടോ? ഇല്ല. നമ്മളെ മക്കളൊന്ന് നിങ്ങളെന്നെ ഒന്ന് പുനർവിചിന്തനം ചെയ്താൽ മതി, അപ്പം നിങ്ങൾക്കറിയാം എന്താ അവസ്ഥ. ഞാൻ അധികം പറയുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. വളരെ സന്തോഷം, പ്രത്യേകിച്ച് ഈ ഇത്രയും കുട്ടികളെ നേരെ കാണാൻ പറ്റി. ഈ സ്നേഹം നിറഞ്ഞ നമ്മളെ പഠിപ്പിച്ച, ഇങ്ങനെ ഒരു നിലയിലാക്കിയ നമ്മളെ ഗുരുനാഥന്മാരും ഇങ്ങനെ നമുക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞ്, അത് തന്നെ വളരെ സന്തോഷം. പിന്നെ അതേപോലെ ഇങ്ങനെ ഇവരെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞതിലും ഞാൻ ആദ്യം തന്നെ അള്ളാഹിനെ സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാ. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് ഹർഷനോടാണ്. ഈ ഗ്രൂപ്പ് തുടങ്ങിയതിന് ഹർഷനോട് ഞാൻ എൻ്റെ പേരിലും നമ്മുടെ ഈ ഇന്ത്യ ബെഞ്ച് കമ്മിറ്റിയുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു.
അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ആക്റ്റീവായി നിന്ന ഒരാളാണ് ലിനീഷ് കാരനാണ് ഇവിടെ പറഞ്ഞു. എന്നാലും ഞാൻ എൻ്റെ പേരിലും എൻ്റെ കമ്മിറ്റിയുടെ പേരിലും നമ്മളെല്ലാവരും കൂടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു മുഹൂർത്തം ഒരുക്കാൻ കാരണക്കാരായത് അവരൊക്കെയാണ്. അതേപോലെ സൗമ്യ, ഷമ്മി കുര്യൻ അന്ന് നമ്മളെ സ്കൂൾ ലീഡർ ഇനി ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. ഷമ്മി കുര്യന്, പിന്നെ അതേപോലെ മുഹമ്മദ് ഷബീൽ, പിന്നെ പ്രവീൺ, പ്രിയ 7C പഠിച്ച പ്രിയ, അങ്ങനെ കുറേ പ്രവാസികളുണ്ട്. ഷിബു, എല്ലാവരുടെ പേരൊന്നും എനിക്കറിയില്ല. എന്നാലും അനു ആൻ്റണി. പിന്നെ അനു ആൻ്റണി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഡേറ്റ് ഫിക്സ് ചെയ്തെന്ന് കണ്ട പിറ്റേന്നോ വിളിച്ച് ചോദിച്ച് ഡേറ്റ് മാറ്റൂലല്ലോ എന്ന് പറഞ്ഞ് ഇന്നത്തേക്ക് ടിക്കറ്റ് എടുത്ത വ്യക്തിയാണ് അനു ആൻ്റണി. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഇപ്പോൾ ഒരാഴ്ച 2 ആഴ്ച മുന്നേ എന്നെ വിളിച്ച് പറഞ്ഞ് നുസൈബേ എനിക്ക് വരാൻ പറ്റൂല, അവിടെ കമ്പനിയിൽ ഭയങ്കര വിഷയമാണ്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റൂല, എന്താ ചെയ്യുക, ഒരു വിധം കഴിയുകയാണെങ്കിൽ ഞാൻ വരുമെന്ന് പറഞ്ഞ്. പൈസ ചോദിച്ചപ്പോൾ ഫണ്ട് കളക്ഷൻ നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ഫണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് തരാമെന്ന് പറഞ്ഞ് ഫസ്റ്റ് തന്നെ നല്ലൊരു സംഖ്യ അയച്ചു തന്നതും നമ്മളെ അനു ആൻ്റണിയാണ്. പിന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ അയച്ചിട്ടുണ്ട്, സൗമ്യ അയച്ചിട്ടുണ്ട്, പ്രവാസികളൊക്കെ അയച്ചിട്ടുണ്ട്, കൂടുതൽ തന്നെ അയച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ സാധാരണക്കാരും നമുക്ക് അവനവന് കഴിയുന്ന തുക എല്ലാവരും തന്നിട്ടുണ്ട്, ശാരീരികമായിട്ടും അല്ലാതെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമ്പളം, അതായത് ഒരു ബോർഡൊക്കെ വരച്ചിട്ട് ചെയ്തില്ലേ, സൗമ്യയാണ് ചെയ്തത്. സൗമ്യ പെരുവയൽ, അതും 7C ഏറ്റവും കൂടുതലുള്ളത് 7C ഇതിൽ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നണ്ട, ഉള്ള കാര്യം പറയാണ്. ഏറ്റവും കൂടുതൽ നമ്മളെ ഗ്രൂപ്പിലുള്ളത് 7C അവളാണ് വരച്ചത്. നമ്മളെ സ്കൂളിൻ്റെ ഒരു ചിത്രമൊക്കെ അവൾ വരച്ചിട്ട് വിട്ടെന്നിനി. അവളിപ്പോൾ എൻജിനീയറാണ്, ഇലക്ട്രോണിക് എൻജിനീയറാണ്, അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അത് അവളാണ് വരച്ചത്. ഓക്കും ഞാൻ എൻ്റെ പേരിലും അതേപോലെ ഈ സൗഹൃദ കൂട്ടായ്മയുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. ഒരിക്കലും ഈ ടീച്ചേഴ്സിനൊന്നും നമ്മൾ ഒരിക്കലും കാണാൻ പറ്റുമെന്ന് തോന്നിയിട്ടേ ഇല്ല കേട്ടോ, ഒരിക്കലും കാണാൻ പറ്റും തോന്നിയില്ല. അതിന് ഞാൻ എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട്. ടീച്ചർമാർ ഇത്രയും ലതിക ടീച്ചറൊക്കെ കണ്ടപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ തന്നെ ചോദിച്ചു, എനിക്ക് എന്തോ അവിടെ ടീച്ചറൊക്കെ തല കണ്ടിട്ട് എന്ന് പറഞ്ഞു. ഞാൻ സങ്കടമായിപ്പോയി തല കണ്ടപ്പോൾ. നമ്മളെന്നോ 25 വർഷത്തിന് ശേഷം കാണല്ലേ. അതേപോലെ തങ്കവൻ ടീച്ചറെ ഓൻ പോയി, ലത്തീഫും ദിബിനും പോയിട്ട് ഫസ്റ്റ് ഫോട്ടോ വിട്ടപ്പോൾ നമുക്കൊരു ആ ചെറിയ പ്രായത്തിൽ കണ്ടതല്ലേ ടീച്ചേഴ്സിനൊക്കെ, 25 വർഷത്തിന് ശേഷം കാണുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് കണ്ട ആ ഷോക്ക്, ഒരു പ്രായം തോന്നിയോ ആയിപ്പോയോ എന്നുള്ളൊരു തോന്നിപ്പോയി. എന്നാലും വേണ്ടില്ല, സന്തോഷത്തോടു കൂടി ഇവിടെയൊക്കെ വന്നാൽ എല്ലാവരും എത്തിച്ചേർന്നല്ലോ. സനൽമാഷ പറയാനുള്ളത്, സനൽമാഷ ചൂരലനാണ് അല്ലേ, ഏറ്റവും പേടിയുള്ള മാഷ് എന്ന് പറഞ്ഞാൽ സനൽമാഷേ. എനിക്ക് ബാക്കിയുള്ളവർക്ക് അങ്ങനെ അറിയില്ല, ലതിക ടീച്ചറായാലും തങ്കവൻ ടീച്ചറായാലും എനിക്ക് അത്ര പേടിയൊന്നുമില്ല. ഇനി ഏറ്റവും കൂടുതൽ പേടി സനൽമാഷ വടിയേന്. ആ ഒരു നടത്തണ്ടല്ലേ, പുറത്തുനിന്ന് കളിക്കുമ്പോൾ സാറ് ആ ചൂരലും കൊണ്ടൊരു നടന്നാൽ മതി, ഒരു കുട്ടി പോലും പുറത്തുണ്ടാവില്ല. ഭയങ്കര ഒരു അനുഭവം തന്നെ ഇനി. പിന്നെ നമ്മുടെ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞത് നമ്മുടെ ഉറ്റ സുഹൃത്ത് 7C തന്നെയാണ്, വിജീഷാണ്. അവനെ ഞാൻ എൻ്റെ പേരിലും അതേപോലെ എൻ്റെ ഈ കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇതിന് അധ്യക്ഷം വഹിച്ചത് നമ്മുടെ ദിബിനോ സദാനന്ദനാണ്. അവനും ഞാൻ എൻ്റെ പേരിലും ഈ കമ്മിറ്റിയുടെ പേരിലും ഈ സൗഹൃദ കൂട്ടായ്മയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഇതിനേക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കിയത് നമ്മുടെ ജസ്നയാണ്. ഓക്കും ഞാൻ ഇതിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ നമ്പൂരി മാഷ്, മലയാളം പഠിപ്പിച്ചത് 5ാം ക്ലാസ്സിൽ നിന്ന് മലയാളം പഠിപ്പിച്ചത് മേരി ടീച്ചറാണ്. പിന്നെ 7ാം ക്ലാസ്സിൽ നിന്ന് മലയാളം പഠിച്ചത് എന്നെ നമ്പൂരി മാഷാണ്. ഞാൻ എപ്പോഴും പറയും മലയാളം എനിക്ക് തെറ്റൂലാന്ന്. കാരണം ചില ആളുകൾ എത്ര ഉന്നത സ്ഥാനത്തെത്തിയ ആളുകളാണെങ്കിലും അവർ ചിലപ്പോൾ മലയാളം പഠിച്ചിട്ടുണ്ടാവില്ല, ഓല അറബി ആയിരിക്കും പഠിച്ചത്. അതുകൊണ്ട് മലയാളം നമുക്ക് കുറച്ച് പഠിക്കാണ്ടല്ലോ, മലയാളത്തിൽ ഓർക്ക് തെറ്റുണ്ടാവും. പക്ഷെ ഞാൻ എഴുതുമ്പോൾ മലയാളം തെറ്റല്ല. ഞാനത് അഭിമാനത്തോടു കൂടി തന്നെ എല്ലാവരോടും പറയും. മീനുട്സിലൊക്കെ എഴുതുകയാണെങ്കിൽ ഒക്കെ കൂടുതൽ എന്നെ തന്നെ ഏൽപ്പിക്കും എല്ലാവരും. കാരണം എന്താ, മലയാളം പെരുവേ സ്കൂളിൽ നിന്നാണ് ഞാൻ മലയാളം പഠിച്ചത്, മലയാളം എനിക്ക് തെറ്റൂല, അങ്ങനെ ഞാൻ പറയാറുണ്ട്. അതും ഞാൻ ഇവിടുന്ന് ഈ ടീച്ചർമാരെ നന്ദി പറയുകയാണ്, ടീച്ചർമാരോട്. നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ ഗുണമാണല്ലോ അത്.
അപ്പം നമ്പൂരി മാഷ്ക്കും ഈ യോഗത്തിന് വന്ന് ഇതിന് ഉദ്ഘാടനം ചെയ്തതിനും ഞാൻ എൻ്റെ പേരിലും അതുപോലെ നമ്മുടെ ഈ സൗഹൃദ കൂട്ടായ്മയുടെ പേരിലും എൻ്റെ ബെഞ്ച് കമ്മിറ്റിയുടെ പേരിലും വളരെ സന്തോഷപൂർവ്വം, അതായത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തത് നമ്മുടെ തങ്കമണി ടീച്ചർ, എഴുസി തങ്കമണി ടീച്ചർക്കും എൻ്റെ പേരിലും അതേപോലെ ഈ സൗഹൃദ കമ്മിറ്റിയുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അതേപോലെ ആൻഡോ മാസ്റ്റർ, മേരി ടീച്ചർ, സാറാമ്മ ടീച്ചർ, അതേപോലെ ഡെസി ടീച്ചർ, വസന്ത ടീച്ചർ, രാധാമണി ടീച്ചർ, ലതിക ടീച്ചർ, റജീന ടീച്ചർ, ശോഭി ടീച്ചർ, അതുപോലെ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റാത്ത ടീച്ചേഴ്സ്, ഒന്ന് സനൽ സാറ്, ഒന്ന് നാൻസി ടീച്ചറും, എല്ലാവർക്കും എൻ്റെ പേരിലും ഈ കമ്മിറ്റിയുടെ പേരിലും ഈ വന്ന മൊത്തം ആളുകളുടെ പേരിലും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ മുഴുവൻ പ്രവാസി സുഹൃത്തുക്കൾക്കും ഈ മീറ്റിങ്ങിന് വന്ന അതേപോലെ തന്നെ ഈ മീറ്റിങ്ങിന് വന്ന മുഴുവൻ അംഗങ്ങൾക്കും, അതായത് മുഴുവൻ സുഹൃത്തുക്കൾക്കും സഹപാഠികൾക്കും, അതേപോലെ നമ്മുടെ ഫുഡ് ഉണ്ടാക്കിയത് അബ്ദുറഹ്മാനാണ് കല്ലേരി, അവനെയും ഈ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കേക്ക് ഉണ്ടാക്കിയത് ജസ്നക്ക്, അതേപോലെ നമ്മുടെ ഗ്രൂപ്പ് ഇത്രയും ആക്റ്റീവ് ആവാൻ കാരണം നമ്മളെ ആറൂൺ മാഷാണ്. ഓനെ ഇംഗ്ലീഷ് എന്ന് പറയും, അറബിയിൽ ടീച്ചർ പഠിപ്പിച്ച, വസന്ത ടീച്ചർ പഠിപ്പിച്ച ഏതോ ഒരു ഇംഗ്ലീഷ് ഉണ്ട്, ജന്മത്ത് ഞാൻ പഠിച്ചാൽ എനിക്ക് പറയാൻ കഴിയൂല. ഹാറൂൺ അതിൽ വന്നിട്ട് ഗ്രൂപ്പ് വന്നിട്ട് അതങ്ങോട്ട് പറയും. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള മുഴുവൻ അത് എന്താ പറയുക, എല്ലാവരും ആക്റ്റീവായത് അന്ന് മുതലാണ് ഗ്രൂപ്പിൽ. അപ്പോൾ ഓനെ ഈ ഗ്രൂപ്പ് ആക്റ്റീവ് ആവാൻ വേണ്ടി നല്ല പ്രയത്നിച്ചിട്ടുണ്ട്. ഓൻക്കും ഞാൻ ഈ ഇതിൻ്റെ പേര്, അതേപോലെ രാജേഷ്, കുറേ ആളുകളുണ്ട്. എല്ലാവരും പേരിപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ എല്ലാവരും പേര് എനിക്ക് മറന്നു പോകും. അതേപോലെ ജിഷ വരും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു അത്യാവശ്യമായിട്ട് വരാൻ കഴിയാഞ്ഞിട്ടാണ്. പിന്നെ ഷക്കീർ, പ്രിൻസി, ലത്തീഫ്, ദിബിന്, ഈ പരിപാടിക്ക് വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും അതുപോലെ ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ കമ്മിറ്റിയുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ ടീച്ചേഴ്സിന് ഒന്നും കൂടെ ഞാൻ ഈ കമ്മിറ്റിയുടെ പേരിൽ, സൗഹൃദ കൂട്ടായ്മയുടെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പിന്നും മറയത്തൊളി കണ്ണും കളിയൂ ഞാലാടുന്നേ ഇടനാടിയില മതിയാവിൽ ഒരു നാളിലും ഈ നല്ലൊരു നേരം ഇതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും കവിൾ ചേരുന്നൊരു പൊൻവെയിലായി മാറാ നെഞ്ചം കണി കണ്ടേ നിറയേ മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവെയിലായി മാറാ നെഞ്ചം കണി കണ്ടേ നിറയേ കാണുന്നതിലെല്ലാം മഴവില്ലുള്ളതുപോലെ
രസനടനം കാറ്റാടി തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും പിന്നിൽ മിഴിപ്പാകുന്നൊരു പെൺമയിലായി മാറാനുള്ളിൽ കൊതിയില്ലേ സഖിയേ നിന്നിൽ മിഴിപാകുന്നൊരു പെൺമയിലായി മാറാൻ ഉള്ളിൽ കൊതിയില്ലേ സഖിയേ കാണാതൊരു കിളിയെങ്ങോ കൊഞ്ചുന്നതുപോലെ കണ്ണീരിനു കൈപ്പിൽ നിന്നറിയുന്നതുപോലെ പുതുമഴയുടെ കൊലുസിളകിയ കനവുകളുടെ പദചലനം കാറ്റാടി തണലും തണലത്തര മതിലും ബദിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പിന്നും മറയത്തൊളി കണ്ണും കളിയൂഞ്ഞാലാടുന്നേ ഇടനാഴില മതിയാവില്ലൊരു നാളിലും ഈ നല്ലൊരു നേരം ഇനിയിൽ ഇതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടി തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിലും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയൂഞ്ഞാലാടുന്നേ ഇടനാഴില മനസ്സേ മനസ്സേ നീ ഒന്നു കേൾക്കൂ മനസ്സേ മായ മറയത്തു ദൂരെ പറന്നേ പോയാൽ ഞാൻ എന്തു ചെയ്യും തിരികെ വരാമോ ഇതിലേ വീണ്ടും വീണ്ടും എന്തിനു വെറുതെ ഓർമ്മയിലൂടെ ഒഴുകുന്നു വീണ്ടും വീണ്ടും എന്തിനു വെറുതെ നോവിൻ കടലായി മാറുന്നു മനസ്സേ മനസ്സേ നീ ഒന്നു കേൾക്കൂ മനസ്സേ മനസ്സേ നീ ഒന്നു കേൾക്കൂ മനസ്സേ മായ മനസ്സേ കേൾക്കൂ സർവം സദാ നിൻ സൗരഭം സർവം സദാ നിൻ സൗരഭം നഭസിൽ പൂർണ്ണ വിധുപോ വദനം മനസോ അമൃതം നിയതം അമൃതം നിയതം സദാ നിൻ സൗരഭം സർവം സദാ നിൻ സൗരഭം സർവം സദാ നിൻ സൗരഭം നഭസിൽ പൂർണ്ണ
മൃദുപോ വദനം മനസോ അമൃതം നിയതം അമൃതം നിയതം സദാ നിൻ സൗരഭം സർവം സദാ നിൻ സൗരഭം നഭസിൽ